ഞാൻ രാജലക്ഷ്മി പിള്ളൈ, ഇഗ്നോ കൊച്ചിൻ കേന്ദ്രയിൽ നിന്ന് BHIC 131-ൻ്റെ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ചാപ്റ്റർ യൂണിറ്റ് 1, 2, 3 ആയിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 4 ആൻഡ് യൂണിറ്റ് 5 ആൻഡ് 6. യൂണിറ്റ് 4 വരുന്നത് ഞാൻ രാജലക്ഷ്മി പിള്ളൈ, കൊച്ചി ഇഗ്നോ റീജിയണൽ സെന്ററിൽ നിന്ന് BHIC 131-ൻ്റെ ക്ലാസ് ഇന്ന് എടുക്കാൻ പോകുന്ന ക്ലാസ് 4ാമത്തെ ചാപ്റ്റർ, അതായത് ഹണ്ടർ ഗ്യാദറേഴ്സ് എന്ന് പറയും. വേട്ടയെക്കാളും ഭക്ഷണങ്ങൾ കാട്ടിൽ നിന്ന് ഗ്യാദർ ചെയ്ത് കളക്ട് ചെയ്ത് കഴിച്ച കഥകളെ പറ്റി ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം യൂണിറ്റ് 5ഉം 6ഉം അത് ഹരപ്പൻ കൾച്ചർ ആയിരിക്കും. അതിനെപ്പറ്റി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മളുടെ ലോകത്തിൽ 99% ഭൂമിയിൽ മനുഷ്യന്മാരുണ്ടായ കാലം തൊട്ട് അവരുടെ ആഹാരം എന്നുള്ള ലെവലിൽ നോക്കുമ്പോൾ കാട്ടിലും മണ്ണിലും വിണ്ണിലും പുഴയിലും കിട്ടിയിരുന്ന സാധനങ്ങളെ ഗ്യാദർ ചെയ്യുക, അല്ലെങ്കിൽ കണ്ടുപിടിച്ച് അവർക്ക് കൃഷിയെ പറ്റിയോ ആഹാരം ഉണ്ടാക്കുന്നതിനെ പറ്റിയോ അറിയില്ല. അപ്പൊ അവര് കയ്യിൽ കിട്ടുന്നത് എടുത്ത് കഴിച്ചിരുന്നു. അതായത് കയ്യിൽ എന്ത് കിട്ടുന്നോ, കാട്ടിൽ കാണുന്ന മരത്തിൽ കാണുന്ന ഒരു പഴമായാലും മരത്തിന്റെ വേരിൽ കാണുന്ന ഒരു ഖനിയായാലും അതിനെ പെറുക്കിയെടുത്ത് കഴിക്കുക, അത്രേ അവന് അറിയുള്ളൂ. ആദ്യകാല മനുഷ്യന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അതിനുശേഷം ഇത് എങ്ങനെയാണ് അവര് പിന്നെ വേട്ടയാടാൻ തുടങ്ങി. വേട്ടയാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ആനിമൽസ്, അതായത് വളരെ ചെറുതായ മുയല്, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ് ആനിമൽസിനെ വേട്ടയാടി കഴിക്കാൻ തുടങ്ങി. വേട്ടയാടി കഴിക്കുന്ന മാത്രമല്ല, കാട്ടുകളിൽ കാട്ടുതീ പടരുമ്പോൾ ആ കാട്ടുതീയിൽ ഈ കുഞ്ഞു മൃഗങ്ങൾ അല്ലെങ്കിൽ ഈ ചെറിയ മുയല് അതുമാതിരത്തെ സാധനങ്ങൾ വെന്തു പോകും, അല്ലെങ്കിൽ കാട്ടുതീയിൽപ്പെട്ട് പോകുമ്പോൾ അതിൻ്റെ മാംസത്തിന് ഒരു വ്യത്യാസം വരും, തീയിൽപ്പെട്ട കാര്യങ്ങൾ. അതിനുശേഷമാണ് അവര് ചുട്ട് കഴിക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ അതുവരെ പച്ചയോടെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഫ്രൂട്ടായാലും ശരി, ഒരു ഖലിയായാലും ശരി, ഒരു മരത്തിൽ നിന്ന് കിട്ടുന്നതായാലും ശരി, ഒരു വേരിൽ നിന്ന് കിട്ടുന്ന പൊട്ടറ്റോ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ, എല്ലാ സാധനങ്ങളും മരത്തിൽ നിന്ന് കിട്ടുന്നതും മണ്ണിൽ നിന്ന് കിട്ടുന്നതും വെള്ളത്തിൽ നിന്ന് കിട്ടുന്ന മീൻ വരെ എല്ലാത്തിനെയും അവര് പച്ചയോടെ കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോ നമ്മൾ ഈ കളക്ഷൻ ചെയ്യുക, അല്ലെങ്കിൽ ഓരോ സ്ഥലത്തെ പെറുക്കിയെടുത്ത് കഴിക്കുക. പിന്നെയാണ് ഹണ്ട് ചെയ്ത് അല്ലെങ്കിൽ വേട്ടയാടി ചെറിയ ആനിമൽസിനെ വേട്ടയാടി പിടിക്കുന്നുണ്ട്. അപ്പൊ ഈ നമ്മൾ കണ്ടുപിടിക്കുന്ന തിന്നാൻ പറ്റുന്ന എല്ലാ സാധനം, ഏതൊക്കെയായാലും ശരി, മരമായാലും ശരി, ഫ്രൂട്ട് ആയാലും ശരി, മാമ്പഴമായാലും ശരി, എന്തായാലും ശരി, അതേമാതിരി തന്നെ മരത്തില് തേനീച്ചകൾ കൂട്ടുകൂടി അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടിൽ നിന്നുള്ള കിട്ടുന്ന ഹണി അല്ലെങ്കിൽ തേൻ, ഇതൊക്കെ എന്തെല്ലാം ഭൂമിയിൽ നേച്ചറിൽ അല്ലെങ്കിൽ കിട്ടാൻ പറ്റുന്നതുണ്ടോ അതെല്ലാമാണ് അവർ കഴിച്ചുകൊണ്ടിരുന്ന ആദ്യകാലങ്ങളിൽ. അപ്പൊ നമ്മൾ തുടക്കകാലമാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ കഴിച്ചാണ് പിന്നെ അവര് അവരുടെ ആവശ്യങ്ങൾക്കെല്ലാം അവര് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അവര് ഭൂമിയിലെ നമ്മളുടെ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടത്. പിന്നെ ഒറ്റയ്ക്ക് പോയി വേട്ടയാടുക എന്നുള്ള പറയുമ്പോൾ, ഒറ്റയ്ക്ക് വേട്ടയാടുമ്പോൾ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. പിന്നെയാണ് കുറച്ചുകൂടെ മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് കൂട്ടമായിട്ട് 2 or 3 പേര്, ഇപ്പൊ ഒരു കുടുംബത്തിൽ അച്ഛൻ, മകൻ എല്ലാവരും കൂടെ ചേരുമ്പോൾ അവർക്ക് വേട്ടയാടാൻ സമയത്ത് കുറച്ചുകൂടെ ഈസി ആയിട്ട്, അത് കുറച്ചുകൂടെ സൗകര്യമായിട്ട് മൃഗങ്ങളെ ഓടിച്ചിട്ട് പിടിക്കാനും അതിനെ കഴിക്കാനും അതിനെ പിടിച്ചു കൊണ്ടുവരാനും മുയലിനെയൊക്കെ പിടിച്ചു കൊണ്ടുവരാനും ഒക്കെ ഒരു പ്രാക്ടീസും ഉണ്ട്, അല്ലെങ്കിൽ അനുഭവം കൊണ്ട് പഠിച്ചു മനസ്സിലായി, അങ്ങനെ അത് ചെയ്യാൻ തുടങ്ങി. പിന്നെ നാച്ചുറലായിട്ട് ഇവർ എപ്പോഴാണ് ഇങ്ങനെ കൾട്ടിവേഷൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവർ കൾട്ടിവേഷൻ തുടങ്ങിയെന്ന് വെച്ചാൽ, തിന്നുന്ന ഖനികളിൽ നിന്നുള്ള വിത്തിനെ
അതിനെ വലിച്ചെറിയുമ്പോൾ അല്ലെങ്കിൽ മണ്ണിലേക്ക് വലിച്ചെറിയും, തിന്നിട്ട് ഒരു പഴം കിട്ടുകയാണെങ്കിൽ പഴത്തിന് മാമ്പഴം ഒരു എക്സാമ്പിൾ എടുത്തു, അത് കഴിച്ചു, അതിന്റെ നട്ടിനെ അകത്തിരിക്കുന്ന ആ മാങ്ങയുടെ അകത്തിരിക്കുന്ന നട്ടിനെ കഴിക്കുന്നില്ല, അതിനെ വലിച്ചെറിയുന്നു. ഈ ഭൂമിയിൽ വീഴുന്ന നട്ട് കാലക്രമേണ വെള്ളവും മണ്ണും കിട്ടുമ്പോൾ അത് മുളച്ച് വളർന്ന് വലുതായി മരമാകുമ്പോൾ അതിൽ നിന്ന് അതേ ഫ്രൂട്ട് തിരിച്ച് പുറപ്പെടാൻ തുടങ്ങുമ്പോൾ അവൻ ഈ പുരാതനകാല മനുഷ്യൻ, ആദ്യകാല മനുഷ്യൻ മനസ്സിലാക്കുന്നു, ഓ ഇങ്ങനെ മണ്ണിലിട്ട് കഴിഞ്ഞാൽ അത് വളർന്നു വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ പഴം കിട്ടും, അല്ലെങ്കിൽ ഈ ഫ്രൂട്ട് കിട്ടും, അല്ലെങ്കിൽ റൂട്ട് കിട്ടും. അപ്പോൾ അവന്റെ ബുദ്ധിയിൽ തോന്നി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ തിരിച്ചും പിന്നെയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് എവിടെയെങ്കിലും നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഇതിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ അറിവാണ് ആദ്യത്തെ അറിവ്. അവന് കൾട്ടിവേഷൻ, എല്ലാവിധ സെറൽസും പൾസസും കൾട്ടിവേഷൻ ഉണ്ടാക്കാൻ തുടങ്ങുന്നത് അവിടെ നിന്നാണ്. കാരണം അതുവരെ അവൻ ഓടി ഓരോ സ്ഥലങ്ങളിൽ പോയി ഭക്ഷണം സാധനങ്ങൾ പോയി കളക്ട് ചെയ്ത് കൊണ്ടുവരണം, അല്ലെങ്കിൽ പെറുക്കി കൊണ്ടുവരണം. ഇതിനെ നിന്ന് എപ്പോൾ ഇത് കണ്ട് മനസ്സിലാക്കി, ഈ ചെടി, ഞാൻ ഇട്ട ചെടിയിൽ വെള്ളവും മണ്ണും സൗകര്യമായ സമയം കിട്ടുമ്പോൾ അത് വളർന്നു വരുമ്പോൾ എനിക്ക് ഇതിനെ പിന്നെയും കിട്ടും. അപ്പോൾ ആ ഉദ്ദേശം, ആ ജ്ഞാനം, ആ അറിവാണ് അവനെ ഒരു ഫാർമറാക്കി മാറ്റി, അല്ലെങ്കിൽ ഒരു കൃഷിക്കാരനാക്കി മാറ്റുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഏജിനെ പറ്റിയാണ്. പാലിയോലിത്തിക് ഏജ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ 3 തരം പാലിയോലിത്തിക് ഏജ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓൾഡ് പാലിയോലിത്തിക്, ന്യൂ പാലിയോലിത്തിക് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെപ്പറ്റി ഇപ്പോൾ പറയുന്നില്ല. എന്നാലും പാലിയോലിത്തിക് ഏജ് എന്ന് പറയുമ്പോൾ ബില്യൺസ് ഓഫ് ഇയേഴ്സ്, ഒരുപാട് വർഷം, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ ഭൂമിയിൽ ഒരു ഐസ് യുഗം ഉണ്ടായിരുന്നു. ആ ഐസ് യുഗം അങ്ങോട്ട് തീരുന്ന സമയത്താണ് ഇതൊക്കെ പാലിയോ എന്ന് പറഞ്ഞ കല്ലാണ്, അല്ലെങ്കിൽ കല്ലുകൊണ്ടുള്ള, കല്ലിനെ നമ്മൾ ആയുധമാക്കി ഉപയോഗിക്കുന്ന ആ സമയ കാലഘട്ടത്തിനെയാണ് പാലിയോലിത്തിക് എന്ന് പറയാം. അപ്പോൾ ഈ പാലിയോലിത്തിക് ഏജിനെ തന്നെ നമ്മൾ എങ്ങനെ വിഭജിക്കുന്നു എന്നുള്ളത്, അതിന്റെ ഉപയോഗം കല്ലുകൊണ്ടുള്ള ആയുധമായിട്ട്, കല്ലാണ് ആയുധമായിട്ട്. നമ്മൾ കൊച്ചുകുട്ടികളായിട്ടിരിക്കുമ്പോൾ ഒരു മാവിൽ മാങ്ങ കണ്ടാൽ സാധാരണ കുട്ടികൾ ചെയ്യാറുള്ളതാണ്, താഴെ കിടക്കുന്ന ഒരു കല്ലെടുത്ത് എറിയും. കാരണം അത് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, മനുഷ്യന്റെ ജന്മനായുള്ള വാസനയാണ്, ചെയ്യാൻ തോന്നുന്നത് കല്ലെടുത്ത് എറിയുക എന്നുള്ളത്. ഇപ്പൊ ഒരു സ്ട്രൈക്ക് വരുമ്പോഴും കുട്ടികൾ ആദ്യം എടുക്കുന്നത് കല്ലായിരിക്കും. കല്ലെടുത്തിട്ട് കാറിന്റെ മേത്തേക്കോ അല്ലെങ്കിൽ ആൾക്കാർക്കോ ഇടുന്നത് അത് മനുഷ്യന്റെ സ്വഭാവ ഗുണമാണ്, രക്തത്തിൽ കലർന്നു പോയിട്ടുള്ള ഒരു ഗുണമാണ് കല്ലെടുത്തെറിയുക. അപ്പൊ അങ്ങനെ കല്ല് ഉപയോഗിച്ചു, നമ്മൾ ആയുധമായിട്ട് കല്ലിനെ ഉപയോഗിച്ചു. ആ ഏജിനെയാണ് നമ്മൾ പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഏജ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമല്ല, പല സ്ഥലങ്ങളിലും ഇതെല്ലാം സ്പ്രെഡ്, എല്ലാം യുഗങ്ങളോളം പിന്നാലത്തെ കഥകളാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ അതിന്റെ വ്യത്യാസം എങ്ങനെയാന്ന് വെച്ചാല്, ഓരോ സ്ഥലത്തിലുള്ള മണ്ണ്, ഓരോ സ്ഥലത്തുള്ള മണ്ണൊലിപ്പ്, അല്ലെങ്കിൽ അതിന്റെ എന്തൊക്കെ തരത്തിലാണോ അവിടെ ആ സ്ഥലങ്ങളിൽ, ഇന്ത്യയിൽ മാത്രമല്ല വേറെ സ്ഥലങ്ങളിലും ഈ സെയിം ടൈപ്പില് സെയിം ഏജില് ഇതേമാതിരിയുള്ള ആയുധങ്ങൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. അതിൽ നിന്നാണ് നമ്മൾ ഇതിനെ ഒരേ സമയത്ത് പല സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ ഈ സംഭവ വികാസങ്ങൾ നടന്നിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനെ സബ്സിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആഹാരം കഴിക്കുന്നതും ആഹാരം ഉണ്ടാക്കുന്നതും ഉള്ള ആ സിസ്റ്റമാണ്, അല്ലെങ്കിൽ ആ പാറ്റേൺ ആണ്. എങ്ങനെ നമ്മൾ കൊണ്ടുവരുന്നു? ആദ്യകാലങ്ങളിൽ ഞാൻ പറഞ്ഞു, ചെറിയ അനിമൽസിനെ അല്ലെങ്കിൽ ചെറിയ മുയലിനെയും ഒക്കെ അവര് വേട്ടയാടിക്കൊണ്ടിരുന്നെങ്കിൽ, പിന്നെ അവര് കുറച്ചുകൂടെ വലിയ സൈസിലുള്ള ആനിമൽസിനെ അല്ലെങ്കിൽ മാമൽസിനെ വേട്ടയാടാൻ തുടങ്ങി. കാരണം അവരുടെ കുടുംബം വളർന്ന് വലുതായി വരുന്നു, കുട്ടികൾ കൂടുതലാവുന്നു, ആഹാരം കഴിക്കാനുള്ള ആൾക്കാർ കൂടുതലാവുമ്പോൾ ആഹാര ക്രമീകരണം അതേമാതിരി ആഹാരം വേണ്ടതും കൂടുതലാവുന്നു. അപ്പൊ അവർ അങ്ങനെ വരുമ്പോഴാണ് അവർ ഒരുമിച്ച് പോയി, ആണുങ്ങൾ ജെൻസ് എല്ലാരും കൂടെ ഒരുമിച്ച് പോയി ഒരു മൃഗത്തിനെ 10 പേര് ഒരുമിച്ച് നിന്ന് ആക്രമിക്കുമ്പോൾ ആ മൃഗത്തിനെ നമ്മൾക്ക് അടക്കാൻ പറ്റും. ഇപ്പോഴും മൃഗമാണോ
ശക്തിശാലി, ആണുങ്ങള് ജെൻസ് ആണോ അല്ലെങ്കിൽ പുരുഷന്മാരാണോ ശക്തിശാലി എന്നുള്ള ഒരു മൽപ്പിടുത്തം ഇപ്പോഴും നടന്നു വരുന്നുണ്ട്. തമിഴ്നാട്ടിൽ പറയാറുണ്ട് അതിനെ ജല്ലിക്കെട്ട് എന്ന്. ഒരു കാളയനെ ഒരു ആൾക്കാര് ജെൻസ് അതിനെ കൊമ്പിൽ പിടിച്ച് അതിനെ മുട്ടുകുത്തിക്കുക. അപ്പോ അവിടെ എന്താന്ന് വെച്ചാല് മനുഷ്യനും മൃഗവും തമ്മിലുള്ള ശക്തിയുടെ ഒരു ചാലഞ്ചാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആ പ്രാക്ടീസസ് നടന്നിരുന്നു അക്കാലത്തിൽ. എങ്ങനെ നമുക്കത് മനസ്സിലായി എന്ന് വെച്ചാൽ ഗുഹകളിലെല്ലാം പല മനുഷ്യർ താമസമുണ്ടായിരുന്ന ഗുഹകളിലെല്ലാം ഇതിന്റെ പടം വരച്ചു വെച്ചിട്ടുണ്ട്. അന്നത്തെ ഞാൻ ഇതിന് മുമ്പത്തെ ക്ലാസ്സിലും പറഞ്ഞു, പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ് എന്നാണ് അതിനെ പറയാ. കാരണം പ്രത്യേകമായ ലിപിയല്ല, പിക്ചറാണ് വരച്ചു വെക്കുക, അല്ലെങ്കിൽ പടമാണ് വരച്ചു വെക്കുക. ഒരു മൃഗം നടുവിൽ നിൽക്കുന്നു, കുറെ ആൾക്കാർ ചുറ്റും നിന്നിട്ട് കുത്തുന്ന മാരിയും വേട്ടയാടുന്ന മാരിയുമുള്ള പിക്ചേഴ്സ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി ഇവര് ഒരുമിച്ച് കൂട്ടമായിട്ട് പോയി മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു. അതുകൊണ്ട് അവർക്ക് ബെനിഫിറ്റ് കിട്ടി. അവർക്ക് അതിന്റെ ഉപയോഗം എന്താന്ന് വെച്ചാൽ ഈ വലിയ മൃഗങ്ങളെ കീഴ്പ്പെടുത്താൻ പറ്റിയ ശേഷം ആ മൃഗങ്ങളുടെ മാംസങ്ങൾ അവരെ ഉപയോഗിച്ചിരുന്നു, ഭക്ഷണമായിട്ട് അവർ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ വലിയ മൃഗങ്ങളെ അടിമപ്പെടുത്തുമ്പോൾ, ആക്രമിക്കുമ്പോൾ അവർക്ക് കൂടുതൽ മാംസം കിട്ടുന്നു. അപ്പൊ അങ്ങനെ ഈ ഗ്രാജുവൽ ആയിട്ടാണ്, അല്ലെങ്കിൽ ഓരോ ദിവസം പ്രതി അവര് ജ്ഞാനം അല്ലെങ്കിൽ അറിവ് നേടി സ്വന്തം പ്രാക്ടീസിൽ നിന്ന്, സ്വന്തം എക്സ്പീരിയൻസിൽ നിന്ന് അറിവ് നേടുകയാണ്. ഇനി പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ കഴിഞ്ഞാല് ഇതിന്റെ പാറ്റേൺ എങ്ങനെ മാറി വരുന്നു. വെള്ളമുള്ള സമയത്ത്, വെള്ളം ഇല്ലാത്ത സമയത്ത്, അതിനെ ഒരു സമയം മഴ ഉള്ള സമയത്ത് ഇട്ട വിത്തിനെ അല്ലെങ്കിൽ നമ്മൾ ആഹാരം കഴിച്ച പഴത്തിനെ വലിച്ചെറിയുമ്പോൾ വെള്ളം വീഴുമ്പോൾ അത് വളർന്ന് വലുതായി വരുന്നു. അപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ഇതിങ്ങനെ വെള്ളവും ആവശ്യമാണ്. അങ്ങനെയാണ് ഈ അഗ്രികൾച്ചർ എന്നുള്ള ലെവലിലേക്ക് ആൾക്കാർ, അല്ലെങ്കിൽ ആദ്യകാല മനുഷ്യൻ അഗ്രികൾച്ചറിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ കൃഷിയിലേക്ക് ഇറങ്ങുന്നത് അങ്ങനെയാണ്. ഇതേ വിത്തിനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് തന്നെ തിരിച്ചു കിട്ടും. എപ്പോ അതിന് വെള്ളവും വളവും അതിൻ്റെതായ സീസൺ വരുമ്പോൾ അതെനിക്ക് കിട്ടും. ഇത് മനസ്സിലാക്കുന്നു. ഇതിന്റെയൊക്കെ കഴിയുമ്പോൾ അങ്ങനെ അവർക്ക് വേണ്ട ആഹാരം അവര് സ്വയം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് എക്സ്ട്രാ സമയം കിട്ടി, റിലാക്സ് ചെയ്യാനും അല്ലെങ്കിൽ കുറച്ചുകൂടെ സമയം കിട്ടി. പിന്നത്തെ കാര്യം, അവർ ഗ്രൂപ്പായിട്ട് ഹണ്ടിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേട്ടയാടുമ്പോൾ അവർക്ക് പെട്ടെന്ന് ആ മൃഗത്തിനെ അടിമപ്പെടുത്താൻ പറ്റുന്നു. ആ മൃഗത്തിന്റെ മാംസങ്ങൾ അല്ലെങ്കിൽ അത് ഭക്ഷണമാക്കുമ്പോൾ സമയം കുറച്ചുകൂടെ കൂടുതൽ കിട്ടുന്നു. ആ സമയം കിട്ടുമ്പോഴാണ് അവർ ഒരു സോഷ്യൽ ലൈഫ് എന്നുള്ള ലെവലില് അവനവൻ താമസിക്കുന്ന ഗുഹകളിൽ പെയിന്റിങ്സും കൊത്തുപണികളും ചെയ്യാൻ തുടങ്ങിയത്. അപ്പോ അത് കാലക്രമേണ അത് പെയിന്റിങ്സിലേക്കും വന്നപ്പോൾ അവർക്ക് ഒരു സന്തോഷം കിട്ടുന്ന പ്രവൃത്തികളിൽ അവർ ഏർപ്പെടുന്നു. അങ്ങനെ വരാം. മെസോലിത്തിക് ഏജ് എന്ന് പറയുമ്പോൾ 8000 വർഷങ്ങൾക്ക് മുമ്പ്. ഇതെങ്ങനെ വെച്ചാല് നമ്മൾ ആക്ച്വലി പറയുകയാണെങ്കിൽ പാലിയോലിത്തിക് ഏജ്, ഓൾഡ് പാലിയോലിത്തിക് ഏജ്, ന്യൂ പാലിയോലിത്തിക് ഏജ് എന്നൊക്കെ നമ്മൾ നീട്ടി വലിച്ച് പറയാം. ഇതിന്റെ ഇടയിൽ വരുമ്പോഴത്തേക്കും മെസോലിത്തിക് ഏജ് എന്ന് പറയുന്നുണ്ട്. നിയോലിത്തിക് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എപ്പോ ന്യൂ ആയിട്ട് വരുന്നതാണ്. അത് അവിടെ ടൂൾസ് കല്ലിന് പകരം മെറ്റലായിട്ട് വരുമ്പോഴാണ് അത് വരിക. അത് പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വരുന്ന ഓരോ ചേഞ്ചസും, ഓരോ കാലഘട്ടത്തിൽ വരുന്ന ചേഞ്ചസ്, ഏതിലാ ചേഞ്ചസ് എന്ന് വെച്ചാല് അവര് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിലാണ് ഈ ചേഞ്ചസ് വരുന്നത്. അപ്പോൾ ഉപകരണങ്ങൾ ആദ്യ കാലഘട്ടങ്ങളിൽ അവർ ഉപയോഗിച്ചിരുന്ന കല്ലിന് ഒരു ഷേപ്പില്ല, റഫായിട്ടുള്ള ഒരു കല്ലുകളായിരിക്കും. പിന്നെ അത് കുറച്ച് വന്നപ്പോൾ അതിനെ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന തരത്തിലാക്കുന്നു, അല്ലെങ്കിൽ കൂർത്ത തരത്തിലാക്കുന്നു. ഇങ്ങനെ വ്യത്യാസങ്ങൾ, സൈസ് ചെറുതാവും, അതേമാതിരി തന്നെ അതിന്റെ ഷാർപ്പ്നെസ് മാറും, അല്ലെങ്കിൽ അതിന്റെ മൂർച്ച പിടിച്ച് കുത്തി കൊല്ലാനുള്ള വിധത്തിൽ ആക്കിയെടുക്കുന്നു. ഇതിന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ കൊച്ചു കുട്ടികളായിരിക്കുന്ന സമയത്ത് ഈ 5-6 കല്ല് ഇങ്ങനെ എടുത്തിട്ട്, ചെറിയ ഉരുളൻ കല്ല് എടുത്തിട്ട് നമ്മൾ കല്ല് കളിക്കാറുണ്ട്. ഞങ്ങളൊക്കെ കളിച്ചിട്ടുണ്ട് പണ്ട് കാലത്ത്. ഈ 5 കല്ലിട്ടിട്ട് കളിക്കുക.
കളിച്ച് വരുമ്പോൾ ആ കല്ലിന്റെ റഫായിട്ടുള്ള കല്ല് കണ്ടിന്യൂസ് ആയിട്ട് മാറി മാറി എല്ലാവരും കുട്ടികൾ കളിച്ച് വരുമ്പോൾ ആ കല്ലിൽ തന്നെ അതിന്റെ റഫ്നെസ് മാറി ഒരു ഉരുണ്ട കളിക്കാൻ പറ്റുന്ന നല്ല സുഖമുള്ള ഒരു കല്ലായിട്ട് മാറും. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ നമ്മളുടെ കൈയിന്റെ ടച്ചിങ് ആണ്. ആ കല്ലിന്മേൽ നമ്മൾ പിടിക്കുമ്പോൾ അത് ഞാൻ കളിച്ചു, എൻ്റെ ഫ്രണ്ട് കളിച്ചു, ഞങ്ങൾ 5-6 പേര് എങ്ങനെ കളിച്ച് സെയിം കല്ലുകളാണ്. 5 കല്ലിട്ട് കളിക്കുക, ഒരു കല്ല് മേലേക്ക് ഇരിക്കുക, ബാക്കി താഴെ ഇരിക്കുക. ചെറിയ കാലത്ത് ചെയ്തിട്ടുള്ള കളികളാണ് ഇതൊക്കെ. അപ്പോൾ അത് കാലക്രമേണ കല്ലിന്റെ ഭാവം, കല്ലിന്റെ രൂപം, കല്ലിന്റെ മൂർച്ച മാറി മാറി വരുന്നു. അപ്പോ ഇതൊക്കെ അതിന്റെ ആ പ്രസൻസ് കൊണ്ട്, യൂസ് കൊണ്ട് വരുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മൾ പറയുന്നത് ഈ ശിലായുഗത്തിൽ തന്നെ പഴയ കാലത്തിലും പുതിയ കാലത്തിനും ഇടയിലാണ് മിസോലിത്തിക് എന്ന് പറഞ്ഞു. ഇനിയിപ്പോ ആ സമയത്ത് ഉണ്ടായിരുന്ന ആഹാരക്രമം, ഈ ആഹാരക്രമം എന്താന്ന് വെച്ചാൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. എന്തുകൊണ്ട് വ്യത്യാസങ്ങൾ എന്ന് വെച്ചാൽ വെതറിന്റെ ചേഞ്ചസ് അല്ലെങ്കിൽ മഴയോ ക്ലൈമറ്റിന്റെയോ ചേഞ്ചസ് കൊണ്ടും കാലക്രമേണ അവരുടെ ആഹാരങ്ങളില് മാംസമാഹാരങ്ങളും വെജിറ്റബിൾ ആയിട്ടുള്ള ആഹാരങ്ങളും ഒക്കെ കണ്ടിന്യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അത് മാത്രമല്ല, ഈ ഹണ്ടിങ് അല്ലെങ്കിൽ വേട്ടയാടി കഴിക്കുക, പിന്നെ റിവറിൽ നിന്ന് മീനിനെ പിടിച്ചു കഴിക്കുക, ഫ്രൂട്ട് കാട്ടിൽ പോയി ഭക്ഷണങ്ങൾ ഗ്യാദർ, ഇത് 3ഉം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഈ സമയത്ത്. പിന്നെ നിയോലിത്തിക് എന്ന് വെച്ചാൽ പുതിയ സമയം, അല്ലെങ്കിൽ കുറച്ചുകൂടെ പഴയതിൽ നിന്ന് മാറി മാറി വന്ന് പുരാതനത്തിൽ നിന്ന് മാറി പുതിയതായിട്ടുള്ള ഒരു സംഭവം വരുമ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ആ കൾച്ചർ സമയം നിയോലിത്തിക്, നിയോ മീൻസ് ന്യൂ, ലെത്തിക് മീൻസ് സ്റ്റോൺ. അപ്പോ നിയോലിത്തിക് എന്ന് വെച്ചാൽ ന്യൂ സ്റ്റോൺ ഏജ് എന്ന് പറയാം. ആ ന്യൂ സ്റ്റോൺ ഏജിൽ ആ കൾച്ചറിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഈ ആനിമൽസിനെ, അതായത് മാംസത്തിന് വേണ്ടിയിട്ടും പാലിന് വേണ്ടിയിട്ടും നമ്മൾ ആനിമൽസിനെ, എക്സാമ്പിൾ കൗ അല്ലെങ്കിൽ ഗോട്ട്, ഇതിനെയൊക്കെ നമ്മൾ വളർത്താൻ തുടങ്ങുന്നു. വളർത്തുക മാത്രമല്ല, കൃഷിക്കാരന്റെ കൂട്ടുകാരാണ് ഇവരൊക്കെ. വളർത്തി അതിന്റെ പാല് നമ്മൾ ഉപയോഗിക്കുന്നു, അതിന്റെ മാംസം നമ്മൾ ഉപയോഗിക്കുന്നു, അതിനെ നമ്മുടെ കൃഷി സ്ഥലത്തിൽ ഒരു ലേബറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കാരണം എല്ലാ കൃഷിക്കാർക്കും ഇതിന്റെയൊക്കെ ആവശ്യമുണ്ട്. ഈ ആനിമൽസിന്റെ അല്ലെങ്കിൽ ഈ മൃഗങ്ങളുടെ ചാണകം വന്നിട്ട് അവരുടെ അഗ്രികൾച്ചറൽ അല്ലെങ്കിൽ അവർ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് നല്ല വിധത്തിൽ അതിനെ അപ്ലൈ ചെയ്യുമ്പോൾ, അത് അതില് മണ്ണിലേക്ക് വീഴുമ്പോൾ കുറച്ചുകൂടി ആ മണ്ണിന് കുറച്ചുകൂടി ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ കുറച്ചുകൂടി അതിന് പ്രൊഡക്ഷനുള്ള കപ്പാസിറ്റി കൂടുന്നു. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ അവർക്ക് ഈ നമ്മൾ അതിനെ പറയും ഡൊമസ്റ്റിക്കേറ്റിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ, വീട്ടിൽ മനുഷ്യന്റെ ഒപ്പം വളർത്തുന്ന മൃഗങ്ങൾ. ഇതിന്റെ കൂടെ ഇത് മാത്രമല്ല, കവും കോട്ടും മാത്രമല്ല, പട്ടിയുണ്ട്, പൂച്ചയുണ്ട്. ഇതൊക്കെ പട്ടിയൊക്കെ വന്നിട്ട് മനുഷ്യന്റെ ഒരു കൂട്ടുകാരനെ മാതിരി ആ കാലഘട്ടത്തിൽ വരുന്നു. അതേമാതിരി കോഴിയുണ്ട്. കോഴികൾ രാവിലെ വിളിച്ചു കൂവും, നിലവിളിക്കുന്നു. അപ്പോ കൃഷിക്കാരൻ ഉണർന്നു. ഇതൊക്കെ ആ സമയത്തൊന്നും ക്ലോക്കൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇതിന് സപ്പോർട്ടിങ് ആയിട്ട് അഗ്രികൾച്ചറൽ ലെവലില് അല്ലെങ്കിൽ ഒരു കൃഷിക്കാരന്റെ ഫ്രണ്ട്സ് ആണ് ഇവരൊക്കെ ആ കാലഘട്ടങ്ങളിൽ. അങ്ങനെയാണ് അവര് രാവിലെ കൃഷി സ്ഥലത്തേക്ക് പോവുക, അല്ലെങ്കിൽ വൈകുന്നേരം തിരിച്ചു വരിക. ഇതുങ്ങൾക്ക് ഇത് അപ്പൊ ഒരു എന്താ പറയാ, ഈ ആനിമൽസും ബേർഡ്സും എല്ലാം തമ്മിൽ ഒരു ബോണ്ടേജ് ഉണ്ടാവുന്നു. മനുഷ്യനായിട്ട് അവർ കുറച്ചുകൂടെ അടുത്തു പോകുന്നു. തമിഴ്നാട്ടിലൊക്കെ ഈ കാളവണ്ടികൾ കാണാറുണ്ട്. ഈ കാളവണ്ടികളിൽ ഒരു സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുമ്പോൾ ഡെയിലി ഒരേ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ കാളയ്ക്ക് കറക്റ്റായിട്ട് അറിയാം, വീട് വിട്ടാൽ ചന്തയിൽ എത്തും, ആ റൂട്ട് അറിയാൻ പറ്റും. അതെങ്ങനെയാ വെച്ചാൽ അതിന്റെ ഡെയിലി പോയി വരുന്ന വഴി വന്ന് മനസ്സിലാക്കുന്നു. അതിന് നമ്മൾ പറയുന്ന കണ്ടീഷനിങ് എന്നാണ്. അപ്പോൾ ഈ കണ്ടീഷനിങ് കാരണം ഈ ആനിമൽസും ബേർഡ്സും ഒക്കെ മനുഷ്യന്റെ കൂട്ടുകാരായി വളർന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ്? നമ്മൾ ആലോചിക്കും, എന്തുകൊണ്ടാണ് ഇതെല്ലാം നദീതടത്ത് ഉണ്ടാവുന്നത്? എല്ലാ സിവിലൈസേഷനും, ഫോർ എക്സാമ്പിൾ നൈൽ വാലി സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, okay, Mesopotamian civilization on the banks of river, എന്താ പറയാ, രണ്ട് നദികളാണ്, യൂഫ്രട്ടീസും ടൈഗ്രീസും. ചൈനയിലെ ഹാങ്വാ റിവർ, ഇന്ത്യയിലെ ഇൻഡസ് റിവർ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ റിവറിന്റെ അടുത്ത്
പുഴയുടെ അടുത്ത് വരുമ്പോൾ അവർക്ക് ഈ അഗ്രികൾച്ചറിന് അല്ലെങ്കിൽ കൾട്ടിവേഷനുള്ള വെള്ളം കിട്ടുന്നുണ്ട്. അപ്പോ ആ മണ്ണിലേക്ക് ഒരു ജലാംശം ഉണ്ടാവും. ആ ജലാംശം കാരണം അവിടെ ഇടുന്ന വിത്തുകൾ നല്ല വിധത്തിൽ മുളയ്ക്കുന്നു, നല്ല വിധത്തിൽ വളർന്ന് വലുതായി വന്ന് തിരിച്ച് അത് പ്രൊഡക്ഷൻ കിട്ടുന്നു. അതുകൊണ്ടാണ് അവർ താമസിക്കുന്നത്. മിക്കവാറും എല്ലാ കൾട്ടിവേഷനും റിവർ വാലിയുടെ അല്ലെങ്കിൽ നദിയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടുള്ള കരകളിലായിരിക്കും. കാരണം ഇത് നമുക്ക് അതിൽ ജലാംശം കൂടുതൽ, ആ മണ്ണിൽ ജലാംശം കൂടുതലുണ്ടാവും. പിന്നെ ഇവര് ഇങ്ങനെ ഈ കാലക്രമേണ ഭക്ഷണം കളക്ട് ചെയ്തും വേട്ടയാടുകയും ചെയ്തിരുന്നവര് ഒരു ഫാർമർ ഗ്രൂപ്പ് അല്ലെങ്കിൽ കർഷകനായി പതുക്കെ പതുക്കെ മാറി വരുന്നു. ഇനി ഈ കാലഘട്ടങ്ങൾ നമുക്ക് പറയാവുന്നത് ലൈക്ക് നിയോലിത്തിക് ഏജ് എന്ന് പറയുമ്പോൾ പുതിയ ഏജ് ആണ്. ആ പുതിയ ഏജിനെ നമ്മൾ 3 കാലഘട്ടമായിട്ട് മറിക്കുന്നുണ്ട്. ആദ്യത്തെ ഏർലി ഫേസിലുണ്ട്. അപ്പോൾ നമ്മൾ പോട്ടറി എന്തൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ചുമന്ന തരത്തില് ഇവര് പതുക്കെ പതുക്കെ ഇവര് അതിൽ വരുന്നത് മണ്ണിനെ വെള്ളമൊഴിച്ച് കുഴച്ച് പോട്ടറി അല്ലെങ്കിൽ കലം. എന്തിനായി കലം എന്തിനാ ഉണ്ടാക്കുന്നത്? നമ്മൾ ഇപ്പോൾ അഗ്രികൾച്ചറൽ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ അതിനെ കൾട്ടിവേഷൻ ചെയ്യുന്നു. അപ്പോൾ കൾട്ടിവേഷൻ ചെയ്ത ശേഷം നമ്മളുടെ ആവശ്യത്തിനുള്ളത് എടുത്തു കഴിഞ്ഞാൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ബാക്കി വരുമല്ലോ, അതിനെ നമുക്ക് ഒരു സ്റ്റോർ ചെയ്ത് വെക്കണം. അതിനാണ് ആദ്യ കാലഘട്ടങ്ങളിൽ മനുഷ്യന്മാര് ഈ പോട്ടറി അല്ലെങ്കിൽ കലങ്ങൾ, മണ്ണുകൊണ്ടുള്ള കലങ്ങൾ ഉണ്ടാക്കിയിരുന്നു. മണ്ണുകൊണ്ടുള്ള കലങ്ങൾ വലിയ 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 ബാരൽസ് ഉണ്ടാക്കി അതിൻ്റെ അകത്ത് ഈ ധാന്യങ്ങൾ സേവ് ചെയ്യുക. ആ സേവ് ചെയ്യുന്ന ധാന്യങ്ങളിൽ അവർക്ക് അടുത്ത കുറച്ചു കാലത്തേക്ക് അവർ അതിനെപ്പറ്റി ഉപയോഗിച്ചിട്ട് അവർ അതിനെ തിരിച്ചു ആഹാരമായിട്ടും ഉപയോഗിക്കും, കൾട്ടിവേഷനുമായിട്ടും ഉപയോഗിക്കുന്നു. പിന്നെ നമുക്ക് രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് ആ പോട്ടറിയിൽ തന്നെ, ആ കലങ്ങളിൽ തന്നെ പല കളറുള്ള കലങ്ങൾ. ഇത് നമ്മൾ വരുന്നുണ്ട് ലേറ്റർ ഓൺ, ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൽ ഇത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്തുകൊണ്ട് കളർ ഉദ്ദേശിക്കുന്നു? ഗ്രേ കളർ ഉണ്ട്, റെഡ് കളർ ഉണ്ട്, കറുത്ത കളർ ഉണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഓരോ കാലഘട്ടത്തിലും ആ മൺകലങ്ങളിൽ അവര് പല വിധത്തിലുള്ള കളർ ഉപയോഗിച്ച് അതിനെ വ്യത്യാസം കാണിക്കുന്നു. ആ വ്യത്യാസത്തിനെ നമ്മൾ ഓരോ കാലഘട്ടമായിട്ട് മറിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഓരോ ഭാഗമായിട്ട് മറിച്ചിട്ടുണ്ട്. റെഡ് വെയർ ഫാബ്രിക് എന്ന് പറയുന്നു, അതേമാതിരി ഗ്രേ വെയർ എന്ന് പറയുന്നു. ഇത് നമുക്ക് ലേറ്റർ ഓൺ വളരെ കാര്യമായിട്ട് പഠിക്കാം. ഇതിനുശേഷം നമ്മൾ ഇപ്പോൾ വരാൻ പോകുന്നത് യൂണിറ്റ് 5 എന്താണെന്ന് വെച്ചാല് ഇവിടെ പറയുന്നത് നമ്മളുടെ ആഹാരക്രമം. ഈ ആഹാരക്രമത്തിന് ഭക്ഷണത്തിനെ സ്വയമായിട്ട് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ആ സ്വയമായിട്ടുള്ള അഗ്രികൾച്ചർ അല്ലെങ്കിൽ സ്വയമായിട്ട് നമ്മൾ കൾട്ടിവേഷൻ ചെയ്തെടുക്കുമ്പോൾ അതിന് വലിയൊരു വ്യത്യാസമാണ് വരുന്നത് മനുഷ്യ സ്വഭാവത്തിൽ. അവൻ ഒരിടത്ത് അവിടെ സ്ഥിരതാമസിക്കേണ്ടി വരുന്നു. അതാണ് ആദ്യത്തെ വ്യത്യാസം. മറ്റത് നമ്മൾ കാട്ടിൽ പോയി തേടിപ്പിടിച്ചു കൊണ്ടുവരണം. ഇത് അങ്ങനെയല്ല. എപ്പോഴാണോ മനുഷ്യൻ ഒരു സ്ഥലത്ത് സ്ഥിരതാമസിക്കുന്നതോ അവിടെയാണ് നമ്മൾ പറയാണ് സിവിലൈസേഷൻ എന്ന് പറയും. ആദ്യകാലത്തിലുള്ള സിവിലൈസേഷൻസ് ഉണ്ടായിട്ടുള്ളത് നദീതട സംസ്കാരം. കാരണം എല്ലാ നദീതീരത്തുമാണ് ഈ നമ്മൾ 4 പുരാതനകാല സംസ്കാരങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഏതെങ്കിലും നദിയുടെ തീരത്തായിരിക്കും. കാരണം ഈ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി വെള്ളം, കൾട്ടിവേഷൻ അവന് അവിടെ ഇവിടെ പോകേണ്ട ആവശ്യമില്ല. അവൻ ഒരു സ്ഥിരതാമസം എന്നുള്ള ലെവലിലാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ കർഷകൻ എപ്പോഴും ഞാൻ താമസിക്കുന്നതിന്റെ അടുത്തായിരിക്കണം എൻ്റെ കൃഷിസ്ഥലം. കാരണം എനിക്ക് രാവിലെ നേരത്തെ പോവാനും വൈകി വരാനും ഉള്ള സൗകര്യമായിരിക്കണം. അതായിരിക്കും അവരെപ്പോഴും ഉദ്ദേശിക്കുക. കാരണം അവർക്ക് കൃഷി പാടത്ത് അല്ലെങ്കിൽ അവരുടെ കൃഷി സ്ഥലത്തോ മാക്സിമം സമയം ഉപയോഗിക്കുക, മാക്സിമം അതിനെ കെയർ ചെയ്യുക. അങ്ങനെ കെയർ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് അവർക്ക് ആ ധാന്യങ്ങൾ കിട്ടും. ആ ധാന്യങ്ങളെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് ഈ താമസം അതിന്റെ കൃഷിസ്ഥലത്തിന്റെ അടുത്തായിട്ട് വരുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം ഗ്രാമങ്ങളിലൊക്കെ, ഇന്ത്യയിലത്തെ ഗ്രാമങ്ങളിലൊക്കെ പോയി നോക്കുകയാണെങ്കിൽ കൃഷി സ്ഥലത്ത് അവര് പറഞ്ഞു കെട്ടിയിട്ട്, അതായത് ഒരു
ഒരാൾക്ക് കിടക്കാൻ പറ്റുന്ന വിധത്തിൽ പൊക്കത്തില് പോള് വെച്ചിട്ട് അതിന്റെ മേലെ ഒരുമാതിരി കിടക്കാനും ഇരിക്കാനുള്ള സൗകര്യത്തിൽ ഉണ്ടാക്കിയിട്ട് അവർ അതുമേ രാത്രി കാവലിരിക്കും. കാരണം കിളികൾ, അതായത് കൃഷി വലുതായി കൃഷി ധാന്യങ്ങളൊക്കെ വിളഞ്ഞു കിടക്കുമ്പോൾ കിളികൾ കൂട്ടമായിട്ട് വന്ന് അറ്റാക്ക് ചെയ്യും. അല്ലെങ്കിൽ ഒരു ജാതി ഈച്ചകൾ വരും, അല്ലെങ്കിൽ ഒരു പ്രാണി വരും, അല്ലെങ്കിൽ കാട്ടിൽ നിന്ന് വല്ല മൃഗങ്ങളും വന്ന് നമ്മളുടെ കൃഷിനെ നശിപ്പിക്കാണ്ടിരിക്കാൻ അവര് രാത്രി അവിടെ കിടന്ന് അതിനെ ആ പറങ്ങല് അല്ലെങ്കിൽ ആ ടെമ്പററി ആയിട്ട് ഒരു ഷെഡ് മാതിരി കെട്ടിയിട്ട് അതിൽ കിടന്നിട്ട് ലൈറ്റൊക്കെ വെച്ചിട്ട് അവർ വരുന്ന മൃഗങ്ങളെ ഓടിക്കും, ഒച്ചയിട്ട് ഓടിക്കും, തീ എറിഞ്ഞോടിക്കും. അങ്ങനെയൊക്കെ അവർ പ്രൊട്ടക്ട് ചെയ്യും. അവർ ചെയ്യുന്ന കർഷകൻ അത് പ്രൊട്ടക്ട് ചെയ്യരുത് അവന്റെ ധർമ്മമാണ്, അതങ്ങനെ ചെയ്യാറുണ്ട്. ഇവിടെ നമ്മൾ ഇന്ത്യയിൽ അന്വേഷിച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നമ്മളുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ വന്നിട്ടുള്ളത് വെസ്റ്റേൺ പഞ്ചാബാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടെ ഈ പഞ്ചാബ് എന്ന് പറയുമ്പോൾ തന്നെ 5 റിവറാണ് വരുന്നത്. ഈ 5 റിവറിന്റെ 5 പുഴകളുടെ സമൃദ്ധമായ വെള്ളവും സമൃദ്ധമായ നല്ല അലുവിയൽ സോയിലും ഒക്കെ വളരെ നന്നായിട്ടുള്ളത് കൊണ്ട് ചാൾസ് മാസൺ പറഞ്ഞതും അങ്ങേര് വന്ന് കണ്ടുപിടിച്ചതും 1826 ഈ പഞ്ചാബിലാണ്. പിന്നെ ജോൺ മാർഷൽ പറയുന്നു ഈ സിവിലൈസേഷൻ എന്തുകൊണ്ടാണോ എത്രത്തോളം ഈജിപ്തിലും മെസോപ്പൊട്ടോമിയയിലും ഉള്ള ആ സിവിലൈസേഷൻ, ആ സംസ്കാരത്തിന്റെ അതേ തരത്തിലുള്ള സംസ്കാരമാണ് സിന്ധു നദീ തീരത്തിലും കണ്ടിട്ടുള്ളത്. കാരണം ഈജിപ്തിൽ ഞാൻ പറഞ്ഞു നൈൽ റിവറിന്, മെസോപ്പൊട്ടോമിയയിലെ യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രിസ് റിവറാണ് ഈ 2 റിവറും. അപ്പോൾ ഈ പുഴകളുടെ സൈഡില്, 2 സൈഡിലും പുഴകളുടെ സൈഡിലായിരിക്കും ഈ സംസ്കാരങ്ങൾ ഡെവലപ്പ് ആയത്. കാരണം അവിടെ ആണ് ഈ കർഷകൻ അവിടെ സ്ഥിരതാമസിച്ച് അവന്റെ കൃഷി നോക്കി, പിന്നെ അത് സോഷ്യലായിട്ട് ഒരു താമസം അവിടെ ചെയ്യുന്നു. അവര് പതുക്കെ അവര് ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു സാമൂഹിക ജീവിയാണ് മനുഷ്യൻ. ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ കൂട്ടമായിട്ട് ജീവിക്കുമ്പോൾ അവിടെ ഒരു സമൂഹം ഉണ്ടാകുന്നു. ആ സമൂഹത്തിനെയാണ് നമ്മൾ സൊസൈറ്റി എന്ന് പറയുന്നത്. ആ സൊസൈറ്റി ലൈഫ് ഉണ്ടായി കഴിയുമ്പോഴാണ് അവിടെ ഒരു സംസ്കാരം ഉണ്ടാകുന്നത്. ഇനി ഇതിനെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയിൽ വെച്ച ഹാരപ്പൻ സിവിലൈസേഷൻ ആണ്, അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയാം. പക്ഷെ ഇത് കണ്ടുപിടിച്ചത് വളരെ 5000 വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും കൂടെയും നമ്മൾ അന്ന് ഇൻഡസ് വാലി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ അതിനെ നമ്മള് എന്തിനാന്ന് വെച്ചാൽ ഹാരപ്പൻ എന്നുള്ള എങ്ങനെയാന്ന് കിട്ടിയാൽ ഹാരപ്പ എന്നുള്ള ആ സ്ഥല പേരാണ് ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയാൻ ഈ ഇതിനെപ്പറ്റി അനുഭവിച്ചിട്ടുള്ളവർ, ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തിട്ടുള്ള ശാസ്ത്രജ്ഞന്മാര് പിന്നെ അതിനെ സിറ്റി ഓഫ് ഹരപ്പ, കാരണം അതുകൊണ്ടാണ് ഈ സിവിലൈസേഷന്, അല്ലെങ്കിൽ നമുക്ക് പറയാം മോഹൻജദാരോ സിവിലൈസേഷൻസും പറയാം. കാരണം ഇതൊക്കെ അടുത്തടുത്തുള്ള സിറ്റികളാണ്, ചെറിയ സിറ്റികളാണ്, അല്ലെങ്കിൽ സമൂഹമാണ്. ആ സ്ഥലത്ത് താമസിച്ചിട്ട് അവിടെ ഉണ്ടായ ഒരു സംസ്കാരം, അതാണ് മോഹൻജദാരോ സിന്ധിലാണ്. അപ്പോൾ ഈ സംസ്കാരം, നദീതട സംസ്കാരം ഉണ്ടായി. അതിന് എന്തുകൊണ്ട് എങ്ങനെ മെസോപ്പൊട്ടോമിയയില് ഉണ്ടായ അതേമാതിരത്തെ സംസ്കാരമാണ് ഇവിടെയും ഉണ്ടായിട്ടുള്ളത്. നൈൽ റിവറിന്റെ ബാക്കിലുണ്ടായ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ മാതിരിയുള്ള അതേ തരത്തിലുള്ളതാണ്. കുറച്ചുകൂടെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കൂടെയും സെയിം ആയിട്ടുള്ള സംസ്കാരങ്ങൾ ഇവിടെയും ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇൻഡസ് വാലിന്ന്, റിവർ ഇൻഡസിന്റെ വശങ്ങളിൽ ഉണ്ടായ സംസ്കാരം എന്നാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ കൂടുതലായിട്ട് അതിനെപ്പറ്റി പറയുന്നത് ഹാരപ്പൻ എന്നുള്ള പേരാണ് ആർക്കിയോളജിസ്റ്റിന് ഇതിനെ ഇഷ്ടപ്പെട്ടിരുന്നത് വിളിക്കാനായിട്ട്. എന്തുകൊണ്ട്? ജിയോളജിക്കൽ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ നമ്മളുടെ നോർത്തില്, വെസ്റ്റേൺ സൈഡ് ഓഫ് ഇന്ത്യയിലാണ് ഈ ഹാരപ്പൻ സിവിലൈസേഷൻ നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ ഏരിയ എന്ന് വെച്ചാൽ
ഇൻഡസ് റിവറും അതിന്റെ ട്രിബ്യൂട്ടറീസും അതിന്റെ പ്ലെയിൻസിലും ഇറാനിയൻ പ്ലാറ്റ്യൂവിന്റെ എക്സ്റ്റൻഷൻ ആണ്. ആദ്യകാല സമയത്ത് ഇന്ത്യയുടെ വിഭജനമൊക്കെ നടക്കുന്നതിനൊക്കെ മുമ്പാണ് ഈ സംഭവങ്ങൾ ഉണ്ടാവുന്നതും. അപ്പോൾ ഇന്ത്യ ചരിത്രം, ഇൻഡസ് അല്ലെങ്കിൽ ഇന്ത്യ എന്നുള്ളത് വളരെ വലുതായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. ഇറാനിയൻ പ്ലാറ്റ്യൂ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന സമയമാണ്. അപ്പോൾ അവിടെയും ഇതേമാതിരിയുള്ള അക്യുമുലേഷൻ അല്ലെങ്കിൽ പ്ലെയിൻസിൽ ഈ ഇൻഡസിന്റെ റിവർ നദിയിൽ ഉണ്ടായിരുന്ന സോയില് അല്ലെങ്കിൽ മണ്ണ് വളരെ യൂസ്ഫുൾ ആയിരുന്നു അഗ്രികൾച്ചറിന്, അല്ലെങ്കിൽ കൃഷിക്ക് വളരെ വേണ്ടപ്പെട്ടതായിരുന്നു കൊണ്ടാണ് അത് അങ്ങനെ ഉണ്ടായത്. പിന്നെ അത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞു ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസിൽ ഖൈബർ, ഗോമൽ, ബോളാൻ പാസസ് എന്ന് പറഞ്ഞ സമതലമായിട്ടുള്ള വഴി, അതായത് ചുരങ്കം. ഈ ചുരങ്കത്തിൽ കൂടെ പല ആൾക്കാരും പല വ്യാപാരികളും ഇന്ത്യയിൽ എത്തിപ്പെട്ടു. അങ്ങനെ ഇന്ത്യയിൽ എത്തിപ്പെട്ടുന്ന സമയത്ത് അവര് ഇവിടെ നിന്ന് ഇത് കൂടെ വന്നിട്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾ പറയും സിൽക്ക് റൂട്ട് എന്നും പറയാം. അപ്പോൾ ഇതിനൊക്കെ വെള്ളത്തിൽ കൂടെ അല്ല, സമതലമായ സ്ഥലത്തിൽ കൂടെ മണ്ണിൽ കൂടിയാണ് ഈ ആനിമൽസിനെ വെച്ചുകൊണ്ട് ഈ കച്ചവടക്കാര് വരുന്നത്. അപ്പോൾ ഈ പ്രോസസ് ചുരങ്കത്തിൽ കൂടെ വന്ന് എത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ സംസ്കാരത്തിന്റെ ഒരു വിശകലനം, സംസ്കാരം കൂട്ടി യോജിക്കുന്നു, കൂട്ടിമുട്ടുന്നു. അങ്ങനെ ഇവിടെയും അവിടെയും ഉള്ള സംസ്കാരങ്ങൾ ഒന്ന് മെർജായി വരുന്നുണ്ട്. ഇനി നമ്മൾ പറയുന്നു എങ്ങനെയാണ് ഇത് ഹരപ്പൻ സിവിലൈസേഷൻ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഏതൊക്കെ വിധത്തിലാണ്, എങ്ങനെയാണ് ഇത് ഒരുമിച്ച് ചേരുന്നത്. പ്രോസസ് എന്തൊക്കെ പറഞ്ഞാലും ശരി, ഒരു ആൾക്കാർ ഇവിടെ വന്നു, അവിടെ നിന്നുള്ളവര് ഇവിടെ വരുന്നു, ഇവിടെ നിന്നുള്ളവര് അവിടെ പോകുന്നു. കച്ചവടം അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന സാധനങ്ങൾ കൂടുതൽ വരുമ്പോൾ നമ്മൾ വേറൊരാൾക്ക് കൊടുക്കുന്നു. അപ്പോ കൂടുതലായിട്ടും കൃഷിക്കാരുടെ ഗ്രൂപ്പുകളാണ്. പിന്നെ കുറയുന്ന നാടോടികൾ എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഈ ജിപ്സീസ് എന്ന് പറയും, ഇന്ത്യയിലെ ജിപ്സീസ് എന്ന് പറയാറുണ്ട്. ചില സമയങ്ങളിലൊക്കെ ഇവിടെ കേരളത്തിൽ കൂട്ടമായിട്ട് ആൾക്കാർ വന്ന് താമസിക്കുന്നുണ്ട്. ഒരു സ്ഥലത്തും അവര് സ്ഥിരമായിട്ട് താമസിക്കില്ല. കാരണം ഓരോ സീസണിനനുസരിച്ചിട്ടാണ് അവരുടെ താമസം. ഷെഡ് കെട്ടി, തുണി കൊണ്ടുള്ള ഷെഡ് കെട്ടി അവർ താമസിക്കുന്നു. അവരവിടെ കുറച്ചു കാലം താമസിക്കുന്നു. ഈ നൊമാറ്റിക് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ നാടോടികളാണ്. ഈ നാടോടികൾ എവിടെയാണോ അവർക്ക് കൃഷി ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എവിടെയാണോ അവരുടെ ക്രാഫ്റ്റ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക, കുറച്ചു കാലം മഴയും വെയിലും അനുസരിച്ച് അവര് സ്ഥലങ്ങൾ, പിന്നെ മഴ വെയില് ആ സ്ഥലത്തിൽ ഉണ്ടാകുന്ന ഫെർട്ടിലിറ്റി അനുസരിച്ച് അവർ സ്ഥലങ്ങൾ മാറി മാറി പോകുന്നു. ഇവിടെ ഒരു 6 മാസം താമസിച്ചു കഴിഞ്ഞാൽ ടെന്റ് അടിച്ചു, അല്ലെങ്കിൽ ഒരു സ്ഥിരതാമസം ഇല്ലാണ്ട് 6 മാസം താമസിക്കുന്നു. പിന്നെ ഈ നാടോടിക്കൂട്ടം അവരുടെ കുട്ടികളും അവരുടെ ആൾക്കാരും എല്ലാം കൂടെ വേറൊരു സ്ഥലത്ത് പോയി അവിടെ ടെന്റ് അടിച്ച് അവരെ ടെമ്പററി ആയിട്ട് അവിടെ താമസിക്കുന്നു. അപ്പോഴത്തേക്കും അവർ 6-7 മാസം അവിടെ താമസിച്ച് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും ഇങ്ങനെ അവർ പല സ്ഥലങ്ങളിൽ ചുറ്റി നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ നാടോടികൾ എന്ന് പറയുന്നത്, നൊമാറ്റിക് കമ്മ്യൂണിറ്റീസ്. ഈ നാടോടികൾ പല സ്ഥലങ്ങളും കാണുന്നു, പല സ്ഥലങ്ങളിൽ ജീവിക്കുന്നു, പല സ്ഥലങ്ങളിലുള്ള കൃഷികളും ചെയ്യുന്നു. ഏതേത് സ്ഥലത്ത് മണ്ണിൽ കിട്ടുന്നോ അതനുസരിച്ച് അവർ ചെയ്യുന്നു. അവർക്ക് അറിയാൻ പറ്റുന്ന കല്ല്, മുത്തം, പേള് എന്ന് പറഞ്ഞ സാധനങ്ങൾ വിൽക്കുന്നു. ഈ വിക്കല്, ബൈയിങ് ആൻഡ് സെല്ലിങ്, അല്ലെങ്കിൽ കൊടുക്കുക വാങ്ങുക, ഈ ഇതിനെയാണ് നമ്മൾ ട്രേഡിങ് എന്ന് പറയാം. നമ്മൾ ഇവിടെ നിന്ന് അവര് ഒരു സ്ഥലത്ത് മുത്ത് കിട്ടുന്നുണ്ടെങ്കിൽ വേറെ സ്ഥലത്തെ മരത്തിന്റെ സാധനങ്ങളായിരിക്കും. ഇതിന്റെ ഇടയിൽ അവര് ഏതെല്ലാം അടിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ, ലൂട്ടിങ്ങും നടക്കുന്നുണ്ട്. കാരണം അവർക്ക് സ്ഥിരമായ താമസം ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ഇവിടെ നിന്ന് കിട്ടുന്നതൊക്കെ പൊക്കിയെടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ 6 മാസം കഴിഞ്ഞോ 8 മാസം കഴിഞ്ഞായിരിക്കും പിന്നെ വരിക. അപ്പോൾ അങ്ങനത്തെ ഈ എക്കണോമിക് വ്യവസായം അല്ലെങ്കിൽ വ്യാപാരം മുഖാന്തരം അവരവരുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടും ഒരു വ്യത്യാസം വരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഹരപ്പൻ സിവിലൈസേഷനിൽ പല വിധത്തിലുള്ള ആൾക്കാർ താമസിക്കാൻ തുടങ്ങിയതും അല്ലെങ്കിൽ സെറ്റിൽമെന്റ് ഉണ്ടായതും.
ഹരപ്പൻ സിവിലൈസേഷന്റെ എന്തുകൊണ്ടാണ് ഇത് താണു പോകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് താഴെ പോയി? നമ്മൾ പറയാറുണ്ട്, സാധാരണ ഒരു സ്ഥലത്ത് കുറെ കാലങ്ങൾ, വർഷങ്ങൾ കഴിയുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ അവിടെയുള്ളവര് മാറിപ്പോകുന്നു, അല്ലെങ്കിൽ അവരുടെ ഉള്ള ആൾക്കാര് ഒരു പെട്ടെന്ന് ഒരു നമ്മളെ റിവറിന്റെ, നമ്മളെ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചതാണ്, നമ്മുടെ റിവർ, ഇൻഡസ് റിവർ 7 പ്രാവശ്യം ഫ്ലഡ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 7 പ്രാവശ്യം ഫ്ലഡ് ഉണ്ടാകുമ്പോൾ, ഓരോ പ്രാവശ്യം ഫ്ലഡ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ അങ്ങനെ തന്നെ മരിച്ചു പോകുന്നു. പിന്നെ വർഷങ്ങളോളം ശേഷമായിരിക്കും അടുത്ത ഒരു ഗ്രൂപ്പിന്റെ വരിക. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, ഈ ഡിക്ലൈൻ അല്ലെങ്കിൽ ഇവരുടെ കുറവിനെ അല്ലെങ്കിൽ താഴ്ന്നു പോകാനുള്ള കാരണങ്ങൾ ഇതായിരിക്കാം ഒന്ന്. രണ്ടാമത്തെ കാരണം, അല്ലെങ്കിൽ നമുക്ക് പറയാം മഹാമാരി. ഇപ്പൊ നമ്മള് COVID-19 കേൾക്കുന്ന മാതിരി മഹാമാരി, വല്ല വിധത്തിലുള്ള മഹാമാരി ഉണ്ടായിട്ടുണ്ടാവാം. പെട്ടെന്നുള്ള സ്പ്രെഡ് ചെയ്യുന്ന, നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത് ഇത് താന്നു പോകാൻ അല്ലെങ്കിൽ നശിച്ചു പോകാനുള്ള കാരണങ്ങളാണ്, ഡിക്ലൈനാണ്. അപ്പോൾ ഒന്ന് മഹാമാരി ആയിരിക്കാം, 2 വെള്ളപ്പൊക്കം വന്നിട്ട് പോകാം, മൂന്നാമത്തെ കാരണം വന്നിട്ട് ആ റിവർ, അവിടെയുള്ള ആ സമയത്ത് ഉണ്ടായിരുന്ന പുഴകൾ വറ്റി വളഞ്ഞ് വരൾച്ച വന്നു പോവാം. ബീഹാറിലൊക്കെ ചില സമയത്ത് കാണാറുണ്ട് വരൾച്ച, മഴയില്ലാണ്ട് വരുമ്പോൾ അത് വരൾച്ച വന്നാലും വെള്ളം കിട്ടാണ്ടും ആൾക്കാർ മരിച്ചു പോകും, ആനിമൽസ് മരിച്ചു പോകും. അപ്പൊ അങ്ങനെയും ആകാൻ ചാൻസസ് ഉണ്ട്. പിന്നെ വരുന്നത് ഓരോ തരത്തിൽ ആൾക്കാരുടെ അറ്റാക്കാണ്, ബാർബേറിയൻ അറ്റാക്ക് എന്ന് പറയുന്നു. അല്ലെങ്കിൽ വേറെ ആൾക്കാര്, അവരറിയാത്തവര് വന്ന് അവരുടെ അടുത്ത് വഴക്ക് അല്ലെങ്കിൽ യുദ്ധം കാരണം, യുദ്ധം മുഖാന്തരം അവര് നശിച്ചു പോകാൻ ചാൻസസ് ഉണ്ട്. പിന്നെ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ പറഞ്ഞു കേട്ടുള്ള സമയമനുസരിച്ച് ഓരോ കാലഘട്ടങ്ങളിൽ അതിൻ്റെ വ്യതിയാനം അല്ലെങ്കിൽ വ്യത്യാസം, ക്ലൈമറ്റിലെ ഒരു ചേഞ്ച് വരുന്നു, അല്ലെങ്കിൽ വെതറിൽ ഒരു ചേഞ്ച് വരുന്നു. ചെടികൾ നേരത്തെ പൂക്കുന്നു, അല്ലെങ്കിൽ നേരത്തെ കരിഞ്ഞു പോകുന്നു. അപ്പൊ എക്കോളജിയില് ഈ വ്യതിയാനം വരുന്ന, ഇപ്പോൾ നമ്മൾ കേൾക്കാറുണ്ട് കാർബൺ ഡയോക്സൈഡ് കൂടുതലായതുകൊണ്ട് നമ്മളുടെ കുറെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ പല സ്ഥലങ്ങളും വെള്ളത്തിലടിയിലായി പോകും. ബംഗ്ലാദേശ് മുതൽ ശ്രീലങ്ക, അല്ല നമ്മുടെ ഈ ബംഗാളൊക്കെ വെള്ളത്തിനടിയിൽ പോകും. കാരണം ഐസുകള്, വെള്ളം, സമുദ്രത്തിന്റെ നില പൊങ്ങി വരുന്നുണ്ട്, ഐസ് മെൽറ്റ് ആവുന്നുണ്ട് അന്റാർട്ടിക്കയില്. ആ വെള്ളം കാരണം കടലിന്റെ ഹൈറ്റ് കൂടുമ്പോൾ, കടലിൽ വെള്ളം കൂടുതൽ വരുമ്പോൾ ആ കടൽ തീരത്തുള്ള രാജ്യങ്ങൾ വെള്ളത്തിനടിയിലാകാനും ചാൻസ് ഉണ്ടെന്നുള്ള ഒരു ന്യൂസ് ഒക്കെ വരുന്നുണ്ട്. ഇതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ പൊല്യൂഷൻ കാരണം, വേൾഡിൽ നടക്കുന്ന പൊല്യൂഷൻ കാരണം, ഈ ചൂട് കൂടിയിട്ട് ഇങ്ങനത്തെ വരാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ ഇതേമാതിരി ആ സമയത്തും ഹാരപ്പൻ സിവിലൈസേഷനും വ്യത്യാസങ്ങൾ ഉണ്ടായ, അതായത് ഇക്കോളജിയിൽ ഉണ്ടായ വ്യത്യാസങ്ങളും അതിന്റെ പരിണാമമായിട്ട് സ്ഥലങ്ങളിൽ വന്ന വ്യത്യാസവും കാരണം ഈ ഹാരപ്പൻ സിവിലൈസേഷൻ തീർന്നു പോയിട്ടുണ്ടാകാം. ഇത്രത്തോളമാണ് നമ്മളുടെ ചാപ്റ്റർ 5ലേക്ക് വരുന്നത്. പിന്നെ വരുന്നത് അടുത്ത ചാപ്റ്റർ 6ന്റെ ഇതേ സെയിം ലെസൺ ആയതുകൊണ്ടാണ് വേറെ പ്രത്യേകിച്ച് ഞാൻ ഇൻട്രൊഡക്ഷൻ കൊടുക്കാത്തത്. അവിടെ മുഴുവനും ഈ 6ാമത്തെ ചാപ്റ്ററിൽ വരുന്നത് മുഴുവനും ഈ ട്രേഡിങ്ങും എങ്ങനെയായിരുന്നു ഇവര് കച്ചവടങ്ങൾ നടത്തിയിരുന്നത് ഹാരപ്പൻ കൾച്ചർ ടൈമില്, ഹാരപ്പൻ സിവിലൈസേഷൻ ടൈമില്. അതില് എങ്ങനെയാണ് അവര് കച്ചവടങ്ങൾ നടത്തിയിരുന്നത്, എന്തൊക്കെ തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ആണ്, അതായത് കഴിക്കാൻ വേണ്ടാത്ത നോൺ ഐറ്റംസ് എങ്ങനെ അവർ ഉണ്ടാക്കിയിരുന്നു, എവിടെ അത് വിത്തിരുന്നു, ഏതൊക്കെ റൂട്ട് അവർ ഉപയോഗിച്ചിരുന്നു, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ ഹാരപ്പ എന്ന് പറയുന്ന സ്ഥലം, ഒരു ലൊക്കേഷൻ, അതിന്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് അത് ഈ എക്സ്റ്റൻഷൻ ഓഫ് ദി ഇറാനിയൻ പ്ലാറ്റ്യൂ ആണ്. അപ്പോൾ ആ പ്ലാറ്റ്യൂ വെസ്റ്റേൺ സൈഡ് ഓഫ് ഇന്ത്യയും ഈസ്റ്റേൺ സൈഡില് ഇങ്ങനെ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ കൾച്ചർ,
ഇൻഡസ് വാലിയുടെയും നദിയുടെ സിന്ധു നദിയുടെ തീരത്ത് ഉണ്ടായത് കാരണം അത് അവിടെ ഉള്ള അതിന്റെ ലൊക്കേഷൻ, അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിങ് ആണ്. അല്ലാണ്ട് എന്തുകൊണ്ട് നമ്മുടെ പെരിയാറിൽ വന്നില്ല? പെരിയാറിലും വന്നിട്ടുണ്ടാകാം, പക്ഷെ ഇത്രത്തോളം എത്തിയില്ല. ഈ ട്രേഡിങ്ങിന്റെ വരുന്ന ആൾക്കാർ ഈ നാട്ടിലേക്ക്, പെരിയാറിലേക്ക്, സൗത്ത് ഇന്ത്യയിലേക്ക് വന്നില്ല. കാരണം നമ്മളുടെ മൗണ്ടൻ റേഞ്ചസ്, ഇന്നലെ ഞാൻ പറഞ്ഞു, സൗത്ത് ഇന്ത്യ, പെനിൻസുലൻ ഇന്ത്യനെയും നോർത്ത് ഇന്ത്യയും തമ്മിലുള്ള ബ്ലോക്കേഡ് ഉണ്ട് മൗണ്ടൻ റേഞ്ചസും ഉണ്ട്. അപ്പോൾ ഈ നോർത്ത് ഇന്ത്യയിൽ, അതായത് ഉത്തര ഇന്ത്യയിൽ നടന്നിട്ടുള്ള സംഭവകാശങ്ങളാണ് ഈ ട്രേഡിംഗ് ഒക്കെ. ഈ ട്രേഡിംഗ് കഴിഞ്ഞു, അവര് ട്രേഡ് റൂട്ട് കണ്ടുപിടിച്ചു, പിന്നെ അവരുടെ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാൻ തുടങ്ങി, ഇവിടെ നിന്നുള്ളത് അങ്ങോട്ട് കൊണ്ടുവന്നു. അങ്ങനെയാണ് ആ റൂട്ട് ഫോർമേഷൻ വരുന്നത്. കാലാകാലങ്ങളിൽ സമയം അനുസരിച്ച്, അതിന്റെ കാലം അനുസരിച്ച് അവർ വന്നുകൊണ്ടിരിക്കും. അവരിവിടുന്ന് സിൽക്ക് കൊണ്ടുപോകുന്നുണ്ടാവും. പിന്നെ നമ്മൾ ചൈനയിൽ ഈ റൂട്ട് ഇങ്ങനെ വന്ന്, ഇന്ത്യയുടെ റൂട്ട് മേൽവശത്തിൽ കൂടെ വന്ന്, ഖൈബർ പാസസ് കൂടെ വന്ന് ചൈനയിൽ വന്നു. ചൈനയിൽ നിന്ന് സിൽക്ക്, വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സിൽക്ക് കണ്ടുപിടിച്ചു. ആ സിൽക്കിനെയും കൊണ്ടുപോകുന്നു. അതേമാതിരി എല്ലാ റൂട്ടും, അതുകൊണ്ടാണ് ആ ഭാഗത്തിന് നമ്മൾ സിൽക്ക് റൂട്ട് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ട്രേഡ് അല്ലെങ്കിൽ ഈ വ്യവസായം അല്ലെങ്കിൽ വ്യാപാരം നടന്നു. ഇന്ത്യ കുറച്ചുകൂടെ വളരെ ട്രേഡിംഗ് ആയിട്ട് അല്ലെങ്കിൽ വ്യാപാരത്തിൽ ഒരു നെറ്റ്വർക്ക് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഇനി മൊഹൻജദാരോയും ഹരപ്പയും 2 സിറ്റീസ് ആണ്. അതായത് ആ സ്ഥലങ്ങളിലുള്ള രണ്ട് ചെറിയ സിറ്റികളാണ്. രണ്ടിലും ഒരേ മാതിരി തന്നെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, മൊഹൻജദാരോ എന്ന് പറയുന്നത് കുറച്ചുകൂടെ കടലിന് അടുത്തായിട്ട് വരും, അറേബ്യൻ കടലിന്റെ അടുത്തായിട്ട് വരുന്നത് കൊണ്ടാണ് അത് അവിടെ. പിന്നെ നമ്മൾ ലേറ്റർ ഓൺ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, ഷിപ്പുകൾ വരുന്നുണ്ട്, കപ്പലുകൾ വരുന്നുണ്ട്. കപ്പലുകൾ മുഖാന്തരം അടുത്ത കൺട്രികളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളുടെ സമീപ കൺട്രികളിൽ നിന്ന് ആൾക്കാര്, ബിസിനസ്സുകാർ ഇവിടെ വന്നിരുന്നത് ഹരപ്പയിലേക്ക് എത്തിയില്ല, മോഹൻജാദാരോയിൽ എത്തി. കാരണം മോഹൻജാദാരോ കടലിന്റെ അടുത്തായതുകൊണ്ട്. അപ്പൊ കുറച്ച് കാലങ്ങളോളം ആയിക്കഴിഞ്ഞു, വർഷങ്ങളോളം, യുഗങ്ങളോളം കഴിഞ്ഞു. ഇനി ഇവിടെ എന്തൊക്കെ കച്ചവടത്തിന് അവർ കൊണ്ടുവന്നെന്ന് വെച്ചാല് ഗോൾഡ്, സിൽവർ, കോപ്പർ, പ്രഷ്യസ് സ്റ്റോൺസ്, പിന്നെ നല്ല തരത്തിലുള്ള മരങ്ങൾ, ടിമ്പർ, ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഉണ്ടായിരുന്ന ഈ സാധനങ്ങൾ വ്യാപാരികളെ നമ്മളുടെ നാട്ടിലേക്ക് ബിസിനസ്സിന് വേണ്ടി വരാൻ വേണ്ടി കുറച്ചുകൂടെ അവർക്ക് ഒരു ഇൻട്രസ്റ്റ്, മോട്ടിവേഷൻ കിട്ടി, അല്ലെങ്കിൽ കുറച്ചുകൂടെ അട്രാക്ഷൻ കിട്ടി. ഇവിടെ വന്നാൽ ഗോൾഡ് കിട്ടും, അല്ലെങ്കിൽ ഇവിടെ വന്നാൽ പ്രഷ്യസ് സ്റ്റോൺസ് കിട്ടും, അല്ലെങ്കിൽ നമ്മളുടെ പല വിധത്തിലുള്ള സാധനങ്ങളും മരങ്ങളും ഇതൊക്കെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളായതുകൊണ്ട് അവരതിനെ അത് ഇവിടുന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ, പിന്നെ കപ്പൽ ഉപയോഗിച്ച് കൊണ്ടുപോകാൻ തുടങ്ങി. നേരത്തെ ഞാൻ പറഞ്ഞു ലാൻഡ് റൂട്ടാണ്, പതുക്കെ അത് കപ്പൽ മുഖാന്തരം പോകാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരു ട്രേഡ് ബിസിനസ് മാതിരിയുള്ള ഒരു നെറ്റ്വർക്കാണ് വലുതാവുന്നത്. പിന്നെ ഇനി നമ്മൾ ചോദിക്കുന്നത്, നമ്മൾ പറയുന്നത് ഇൻട്രാ റീജിയണൽ, അതായത് ഇന്ത്യയിൽ തന്നെ എവിടെയൊക്കെയാണ് ഇതിന്റെ വ്യത്യാസങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ ഇത് എവിടെയൊക്കെയാണ് ബിസിനസ് വളരെ കാര്യമായിട്ട് നടക്കുന്നത്. നമ്മളുടെ ഒരു ഈ എക്സ്കവേഷൻ, പുരാതന ഗവേഷണങ്ങളിൽ കൂടെ പല കാര്യങ്ങളും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കണ്ടുകിട്ടിയിട്ടുണ്ട്. ഈ കണ്ടുകിട്ടിയ സാധനങ്ങൾ ഓരോ സ്ഥലത്ത്, ഇപ്പൊ ഹരിയാനയിലും ഗുജറാത്തിലും എല്ലാം കണ്ടുപിടിക്കുന്ന സാധനങ്ങൾ എക്സ്കവേഷൻസ് നടത്തിയിട്ട് അത് കണ്ടുപിടിച്ചതിന് ശേഷമാണ് അവർ മനസ്സിലാക്കുന്നത് ഇതേമാതിരി തന്നെയാണ് മറ്റ് രാജ്യങ്ങളിലും സാധനങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരവിടെ ഓരോ കാലഘട്ടങ്ങളിൽ മനുഷ്യർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, മണ്ണിന്റെ വലിയ നമ്മൾ ഹരപ്പൻ സിവിലൈസേഷൻ നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ടൗൺ പ്ലാനിങ് ഈസ് എക്സലന്റ്. കാരണം അവരുടെ ടൗൺ പ്ലാനിങ്, വീടുകളുടെ ടൗൺ പ്ലാനിങ് എങ്ങനെയാ വരുന്നത് വെച്ചാൽ എൽ ഷേപ്പിൽ വരും. അപ്പോൾ ആ ടൗൺ പ്ലാനിങ്ങില് നമ്മൾ പറയുകയാണെങ്കിൽ അവരുടെ ടൗൺ പ്ലാനിങ് മുഖാന്തരം, മോഹൻജദാരോ ഹരപ്പൻ ടൗൺ പ്ലാനിങ് മുഖാന്തരം അവർക്ക് അവിടെ വലിയ സൈറ്റാഡൽസ് ഉണ്ടായിരുന്നു. സൈറ്റാഡൽ എന്ന് പറയുന്നത് വലിയ പൊക്കമായ വലിയ നമ്മളെന്താ സ്റ്റോർ ഹൗസ്.
ഈ സ്റ്റാർ ഖനികള് അത് മാറി അതേ കൂടാണ്ട് ഇവരുടെ ഓരോ വിധത്തിലുള്ള റിലീജിയസ് നമ്മള് മതപരമായ കാര്യങ്ങൾ നടത്തുക, അതൊക്കെ അവര് വളർന്നിട്ട് അപ്പൊ ഒരു കൂളായിട്ട് ഒരു സിറ്റി സ്റ്റേറ്റ് വരുന്ന ഒരു ലെവലിലേക്കാണ് അവർ പോകുന്നത്. അപ്പൊ ടൗണിൽ നിന്നും വില്ലേജിലും ഉള്ള പാരലൽ ആയിട്ടുള്ള റോഡുകൾ ഉണ്ടാക്കുക, ബ്ലേഡ്സ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ എന്തൊക്കെ കണ്ട നമ്മളുടെ സിന്ധു നദി തീരത്ത് കണ്ടമാരെ തന്നെ വേറെയും കണ്ടിട്ടുണ്ട്. കൂടാതെ നമ്മളുടെ നാട്ടിൽ കണ്ടെന്ന പിത്തള അല്ലെങ്കിൽ കോപ്പർ സാധനം, ഈ കോപ്പർ കൊണ്ടുള്ള അല്ലെങ്കിൽ വെള്ളി കൊണ്ടുള്ള സാധനങ്ങൾ, വെള്ളിയൊക്കെ വന്നിട്ടുള്ളത് പുറം രാജ്യത്തിൽ നിന്നാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇറാനിൽ നിന്നാണ് വെള്ളിയൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ കൊണ്ടുവന്ന് അത് അവരുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ അവർക്ക് അത്രത്തോളം സ്ഥാനമുണ്ട് അല്ലെങ്കിൽ അവരുടെ ധനം എത്രത്തോളം ഉണ്ട് അനുസരിച്ചിട്ടാണ് അത് വരുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? എക്സ്ചേഞ്ച്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നു. എന്താണ് നമ്മൾ എക്സ്ചേഞ്ച് സിസ്റ്റത്തിൽ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാല് ഓരോ വിധത്തിലുള്ള ഒരേ സൈസിലുള്ള വെയിറ്റ് അല്ലെങ്കിൽ മെഷറിംഗ് കപ്പ്, ഇപ്പൊ നമ്മൾ ബാലൻസ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ മെഷറിംഗ് പഴയ കാലങ്ങളിൽ, ഇപ്പോഴെല്ലാം നമ്മൾക്ക് ഇലക്ട്രോണിക് ലെവലിലൊക്കെ നോക്കാൻ പറ്റുന്നത്. പണ്ട് കാലങ്ങളിൽ നമുക്ക് ത്രാസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഹുക്കുമാരി ഉണ്ടാവും. ആ ഹുക്കിൽ സാധനങ്ങൾ വെയിറ്റ് നോക്കുക, നമ്മളുടെ സാധനങ്ങൾ എത്ര ഉണ്ടെന്ന് നമുക്ക് വെയിറ്റ് നോക്കാനും അതേമാതിരിയുള്ള മെഷർമെന്റ്സ് ഒക്കെ എല്ലാ കാലഘട്ടങ്ങളിലും അവർ എന്തിനാണ് അത് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു റെഗുലേഷൻ വേണം, ചേഞ്ചസ് വേണം. ഈ ചേഞ്ചസ് ആണ്, അല്ലെങ്കിൽ എത്ര കിലോ കൊണ്ടുപോകുന്നുണ്ട്, എത്ര മരം കൊണ്ടുപോകുന്നുണ്ട്, ഇതിനൊക്കെ ഒരു യൂണിറ്റ് വേണം. ആ യൂണിഫോം ആയിട്ടുള്ള ഒരു വെയിറ്റ് പാറ്റേൺ അവർ നടത്തിക്കൊണ്ടിരുന്നു. അത് മാത്രമല്ല, ഇത് മുഖാന്തരം ഇത്ര യൂണിറ്റ് ഖജനാവിൽ നിന്ന് എടുക്കുന്നു, എല്ലാത്തിനും ഒരു കണക്ക് വേണ്ടേ. ആ കണക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹാരപ്പയിലും അത് കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് എന്താന്ന് വെച്ചാല് സീല്. കാരണം ബിസിനസ് അല്ലെങ്കിൽ വ്യാപാരം ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് സീല് വരുന്നത്. സീലും സീലിങ്സും. സീൽ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന മുദ്ര. ഈ മുദ്രയിൽ ആ കാലഘട്ടങ്ങളിലും അവർ ഒരു ജാതി മണ്ണ് കൊണ്ടുള്ള, ക്ലേ കൊണ്ടുള്ള മണ്ണ്, ചുട്ട മണ്ണിനെ അവർ സീലായിട്ട് ഉപയോഗിച്ചിരുന്നു. ആ സീലിനെ അവർക്ക് കാണാൻ നമ്മൾ കിട്ടിയിട്ടുണ്ട് എക്സ്കവേഷനിൽ, അല്ലെങ്കിൽ പുരാതന കാലത്ത് കിട്ടിയിട്ടുള്ള സീൽസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇവിടെ ആ സമയത്ത് ബിസിനസ് നടന്നിരുന്നു. ബിസിനസ്സിലും ആ സീലിന്റെ ഉപകാരം അല്ലെങ്കിൽ മെഷർമെന്റ് മാത്രമല്ല, വെയിറ്റ് മാത്രമല്ല, അതിനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുമ്പോൾ സീൽ ചെയ്തിട്ട് അല്ലെങ്കിൽ സീൽസിനെ ഉപയോഗിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. 2 സീല് പ്രത്യേകമായിട്ട് ഇൻഡസ് വാലിയിൽ കാണുന്നത് എന്താ വെച്ചാല് യൂണിക്കോൺ. ആ യൂണിക്കോണിന്റെ പിക്ചർ ഉള്ള സീലും അതില് ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ എഴുത്ത് ശീലങ്ങൾ, ആ എഴുത്തിൽ കൂടെ ഇത് എവിടെ കണ്ടു? മെസോപ്പൊട്ടോമിയയിൽ കണ്ടു. ഈ ഇൻഡസ് വാലിയില് വ്യാപാരത്തിന് ഉപയോഗിച്ചിരുന്ന സീല് നമ്മൾക്ക് മെസോപ്പൊട്ടോമിയ, യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രിസ് റിവർ നദി തീരത്ത് നമുക്ക് മെസോപ്പൊട്ടോമിയ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കണ്ടു കിട്ടുന്നു. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഇവിടെ നിന്ന് സാധനങ്ങൾ അവിടെ പോയിട്ടുണ്ട്, അവിടെ നിന്ന് സാധനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ പരസ്പര വ്യത്യാസം എക്സ്ചേഞ്ച് ചെയ്ത് ബിസിനസ് നടന്നിരുന്നു എന്ന് നമ്മൾ അറിയുന്നുണ്ട്. അപ്പൊ ഹാരപ്പൻസ് നമ്മുടെ സ്ഥലങ്ങളിൽ, നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കുന്ന പോട്ടറീസ്, ചെയിന്, എല്ലാ പല വിധത്തിലുള്ള ജ്വല്ലറീസ്, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്നുള്ളതിന്റെ ദൃഷ്ടാന്തമാണ് ഈ സാധനങ്ങൾക്ക് അവിടെ കിട്ടുമ്പോൾ. ഇനി ഏത് വിധത്തിലാണ് അവരെ ട്രാൻസ്പോർട്ട് ചെയ്തിരുന്നത്? സാധാരണ നിലയിൽ നമ്മൾ ഇപ്പോഴും ഗ്രാമങ്ങളിൽ കാണുന്നത് ട്രാൻസ്പോർട്ട് കാളവണ്ടിയാണ്. അന്നും അവർ ഉപയോഗിച്ചിരുന്നത് കാളവണ്ടി ഉപയോഗിച്ചിരുന്നു. കാളകളെ ഉപയോഗിക്കുക, എന്നിട്ട് ഒരു വീലുണ്ടാക്കിയിട്ട് ഒരു ബോക്സ് മാതിരി വെച്ചിട്ട് കാളവണ്ടിയിലാണ് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരുന്നത്. ഈ സാധനങ്ങൾ കൊണ്ടുപോയി അവിടെ കൊടുക്കുന്നു, അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. പിന്നെ ഈ കാളവണ്ടികൾ ഒരുപാട് ദൂരത്തേക്ക് പോകാനും കുറെ സാധനങ്ങൾ കൂട്ടായിട്ട് സാധനങ്ങൾ മാറ്റാനും നമുക്ക് സാധിക്കും.
അപ്പൊ അതിന്റെ ആവശ്യത്തിനാണ് അവര് കാളവണ്ടികൾ ഉപയോഗിച്ചിരുന്നത്. കാളവണ്ടികൾ സാധാരണയായിട്ട് കാളവണ്ടികൾ ഈ നമ്മള് ഗ്രാമപ്രദേശങ്ങളിൽ, അതായത് കാരണം അക്കാലത്തൊന്നും നല്ല റോഡില്ല, നല്ല ട്രാൻസ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് നല്ലപോലെ നോക്കാനുള്ള റോഡില്ല. റോഡൊക്കെ ഒരു കാട്ടിന്റെ പ്രദേശത്ത് കൂടെ പോകണം, അല്ലെങ്കിൽ നല്ല റോഡല്ലാത്ത സ്ഥലത്ത് കൂടെ പോകുമ്പോൾ ഈ കാളകൾക്ക് മനുഷ്യൻ നടന്നു പോണതിനെക്കാട്ടിലും അതുങ്ങൾക്ക് അതിൻ്റെതായ സൗകര്യമായിട്ട് നടക്കാൻ പറ്റും. അപ്പോൾ ആ കാളകളെ നമ്മൾ കാർട്ട് ഉണ്ടാക്കി അതിൽ ഘടിപ്പിച്ച് സാധനങ്ങൾ വോളിയം, ഒരാള് തോളിൽ കുറച്ച് സാധനങ്ങൾ തലയിലും തോളിലും കൊണ്ടുപോകുന്നതിനെ കാട്ടി കൂടുതൽ സാധനങ്ങൾ കാളവണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാൻ പറ്റും. അപ്പോ ഈ കാളവണ്ടികൾ ഒരു ഗ്രാമത്തിൽ നിന്ന് അടുത്ത ഗ്രാമത്തിൽ പോയി കച്ചവടം ചെയ്യുന്നു. ഇൻലാൻഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയാം. അതായത് നമ്മളുടെ അകത്തുള്ള ഇത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കാളവണ്ടി തന്നെ ഒരുപാട് കൂട്ടമായിട്ട് പോകും. ഒരേ കൂട്ടമായിട്ട്. നമ്മൾ പഴയ കാലങ്ങളിലെ ആൾക്കാര് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നത് കാളവണ്ടിയിലാണ്. അപ്പോൾ അതിന് ഉപയോഗിച്ചിരുന്ന കൂട്ടത്തിനെയാണ് കാളവണ്ടികൾ പാക്കായിട്ട് പോകും. പിന്നെ ലേറ്റർ ഓൺ ആണ് കുതിരകളൊക്കെ അവരെ കൊണ്ടിരിക്കുന്നത്, കുറച്ച് ശേഷമാണ്. ഇനി ഈ നേരത്തെ ഞാൻ പറഞ്ഞു നാടോടികൾ ആയിട്ടുള്ളവർ, ഈ നാടോടിയായിട്ടുള്ളവരും ഓരോ സ്ഥലങ്ങളിൽ നിന്ന് അവരുടെ നാടോടികളുടെ ആനിമൽസ് അല്ലെങ്കിൽ അവരുടെ മൃഗങ്ങളെ അവർ കൂടെ കൊണ്ടുപോകുന്നത് ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ അവരുടെ സാമാനങ്ങളൊക്കെ ഈ കാളവണ്ടിയിൽ വയ്ക്കുന്നു, കാള വലിക്കുന്നു. വയസ്സായവരും കൊച്ചുകുട്ടികൾക്ക് നടക്കാൻ പറ്റാത്തവരും അതിന്റെ കാളവണ്ടിയുടെ അകത്ത് കിടന്നുറങ്ങും. ബാക്കിയുള്ളവർ ഒപ്പത്തിനൊപ്പം നടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അവർക്ക് ഈ ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ള ഒരു സിസ്റ്റം കൊണ്ടുവന്നത് ഇങ്ങനെയുള്ള സിസ്റ്റമാണ്. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളത് നദിയിൽ കൂടെ കൊണ്ടുപോവുക. നദിയിൽ കൂടെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാല് കാട്ടിൽ നിന്ന് മരങ്ങൾ വെട്ടിയിട്ടു 1 2 3 4 5 മരങ്ങളെ ഒരുമിച്ച് കെട്ടിക്കഴിഞ്ഞാൽ വെള്ളത്തിൽ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ വെള്ളത്തിൽ അതിൻ്റെതായ കുറവുണ്ട്. വെള്ളത്തില് അതിന് ഈസി ആയിട്ട് വലിച്ചു കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ റിവറിൽ പുഴയിൽ കൂടിയും സാധനങ്ങൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് അവര് ഇതേ പ്രോസസ്സിൽ തന്നെ വെള്ളത്തിൽ കൂടി ആദ്യകാലങ്ങളിൽ പതുക്കെ കപ്പലുകൾ ഉണ്ടാക്കുകയും മരത്തിന്റെ കപ്പലുകൾ ഉണ്ടാക്കി. അങ്ങനെയാണല്ലോ ഗൾഫ് കൺട്രീസിൽ ഇവിടെ നിന്നൊക്കെ മരം കൊണ്ടുപോയി കപ്പൽ അല്ലെങ്കിൽ ബോട്ട് ഉണ്ടാക്കിയിരുന്നു. അവര് ഗൾഫ് കൺട്രീസിൽ അവരെന്താ വെച്ചാൽ ഈ കപ്പലുകൾ, ചെറിയ ചെറിയ കപ്പലുകൾ, ചങ്ങാടെന്ന് പറഞ്ഞു, അത് താഴെ പോയിട്ട് അവര് മുത്തും പേളും എടുക്കാനായിട്ട് മൂക്കിൽ ക്ലിപ്പിട്ട് താഴെ പോകും ഗൾഫില്. അതായിരുന്നു ആദ്യകാലങ്ങളിൽ അവരുടെ ബിസിനസ്. അല്ലെങ്കിൽ അവർ മുത്തെടുക്കുക, ചിപ്പി വിൽക്കുക. എപ്പോഴാണോ ഫസ്റ്റ് ഈ ഓയിലിന്റെ പ്രസൻസ് കണ്ടത്, പിന്നെയാണ് ഓയിൽ ബൂം വന്ന ശേഷമാണ് ഗൾഫ് കൺട്രീസിൽ കുറച്ചുകൂടെ പണം കുറച്ചുകൂടെ റിച്ച് ആയത്. അതിനു ശേഷമാണ്. ആദ്യകാലങ്ങളിൽ അവര് ഗൾഫ് കൺട്രീസ് ഒന്നും അത്ര വലുതായിട്ട് ഉണ്ടായിരുന്നില്ല. മെസൊപ്പൊട്ടോമിയയിലും ഇതേമാതിരി അവര് നമ്മളുടെ ട്രേഡ് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടി ബോട്ടുകളെയും വലിയ ബോട്ടുകളെയും ചങ്ങാടങ്ങളെയും ആശ്രയിച്ചിരുന്നു എന്ന് പറയാം. ഇനി ഇവരുടെ സൊസൈറ്റിയിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ ഇപ്പോഴത്തെ നമ്മളുടെ ആൾക്കാര് അതാന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻസ് തന്നെ ഏകദേശം അതേമാതിരിയുള്ള ലുക്കായിരിക്കാം. കാരണം അത് ഒരു ആര്യൻ ട്രൈബ് എന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ ഇപ്പോഴത്തെ നോർത്ത് ഇന്ത്യൻസിന് ആര്യൻ ട്രൈബ്. കാരണം നല്ല പൊക്കവും നല്ല വെള്ള കളറും. ഇത് വലിയൊരു വ്യത്യാസം സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും തമ്മിലുള്ള വ്യത്യാസം. അവിടെ ആര്യൻ ട്രൈബും ഇവിടെ ദ്രവീഡിയൻസുമാണ്. കാരണം ഇന്ററാക്ഷൻ സൗത്ത് ഇന്ത്യയിൽ നടന്നിട്ടില്ല, അത്രത്തോളം നടന്നിട്ടില്ല ആദ്യകാലങ്ങളിൽ അവിടെ നോർത്ത് ഇന്ത്യയിൽ നടന്നത്രോളം. അതുകൊണ്ടാണ് ഹാരപ്പൻസിന്റെ ഇപ്പോഴത്തെ ഉള്ള നോർത്ത് ഇന്ത്യൻസിന്റെ ലുക്കാണ് ഹാരപ്പൻസിന്റെ ലുക്ക്, അല്ലെങ്കിൽ ഹാരപ്പൻസിന്റെ പിൻഗാമികളാണ് അവരെന്ന് പറയാൻ പറ്റും. ഇനി ഇവര് ഏതൊക്കെ തരത്തിലുള്ള ഡ്രസ്സുകളാണ് ഉപയോഗിച്ചിരുന്നത്? സ്ത്രീകളും പുരുഷന്മാരും ഡ്രസ്സ് ഉപയോഗിച്ചിരുന്നു. പല വിധത്തിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടുവരിക,
ജെൻസിന്റെ അല്ലെങ്കിൽ പുരുഷന്മാര് ലോവർ ഹാഫിൽ കൂടെ ഒരു കോട്ടൺ ക്ലോത്ത്സ് ഉപയോഗിച്ച്, തുണി ഉപയോഗിച്ച് അവർ ഒരു സ്ഥലം ഇങ്ങനെ ഇട്ട് ലെഫ്റ്റ് ഷോൾഡറിൽ കൂടെ ഇട്ട് റൈറ്റ് ആമിന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ഓരോ പിക്ചേഴ്സ്, പടങ്ങൾ വരച്ചിട്ടുള്ളതും അവരുടേതായ വിധത്തിലുള്ള എക്സ്പ്രഷൻസ് അവർ കൊടുത്തതിൽ കൂടിയാണ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നത്. ഇനി അവര് എല്ലാവിധ ആഹാരങ്ങളും കഴിച്ചിട്ടുണ്ടായിരുന്നു. ആഹാരത്തിനെ പറ്റി പറയുമ്പോൾ സ്ക്രിപ്റ്റ് ഇത് മാത്രമല്ല, തുണികൾ ഉപയോഗിക്കുക മാത്രമല്ല, ആണുങ്ങൾക്കും നല്ല നീളത്തിൽ മുടിയുണ്ടായിരുന്നു, നല്ല പൊക്കി കെട്ടിയിട്ടുണ്ടായിരുന്നു. അവരും ഓർണമെന്റ്സ് ഇട്ടിരുന്നു, പല വിധത്തിലുള്ള ഹെയർ സ്റ്റൈൽ ഉണ്ട്. ഇതൊക്കെ നമ്മൾ പിക്ചേഴ്സ് കിട്ടിയിട്ടുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസിൽ നിന്ന് കളക്ഷൻ ചെയ്തിട്ടുള്ളതാണ്. ഈ ഓർണമെന്റ്സ് അതേമാതിരി മുത്തുകൊണ്ട്, കല്ലുകൊണ്ട് ഉള്ള ഓർണമെന്റ്സ്, കോട്ടൺ തുണികള്, ഹെയർ സ്റ്റൈല് ഈ പിക്ചേഴ്സിൽ വരുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ കണ്ടുപിടിക്കുക. പിന്നെ അവരുടെ ക്രാഫ്റ്റ്, ഈ ഓർണമെന്റ്സ് പറയാ, അത് നല്ലൊരു ക്രാഫ്റ്റ് ആണ്. എങ്ങനെയാണ് കല്ലുകൊണ്ട് ഇവര് ആഭരണങ്ങൾ ഉണ്ടാക്കുക, കാതിലും കഴുത്തിലും ഒക്കെ ഉണ്ടാക്കാൻ അവർക്ക് സമയം കിട്ടിയിരുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരുടേതായ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നു, അവര് ധരിക്കുന്നു, അവര് അതിനെ സന്തോഷം കൊണ്ട് അവരുടെ ഒരു സൊസൈറ്റിയിൽ, ഒരു സമൂഹത്തിൽ എന്തെങ്കിലും ഒരു ഫെസ്റ്റിവൽ മാതിരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഡ്രസ്സുകളും ആഭരണങ്ങളും ആണുങ്ങളും പെണ്ണുങ്ങളും ധരിക്കുന്നുണ്ട്. മൂക്കിലും കാതിലും കഴുത്തിലും ഒക്കെ നല്ല വിധത്തിൽ ധരിച്ചിട്ടുണ്ട്. കയ്യിലൊക്കെ നിറയെ വളകൾ മാറ്റിയും. ഇതൊക്കെ നമ്മൾ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന് കിട്ടിയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് ഇവരുടെ ഫുഡിനെ പറ്റി പറയുമ്പോൾ രണ്ട് തരം ഫുഡും അവരെടുത്തിട്ടുണ്ട്. വെജിറ്റേറിയൻ ഫുഡും കഴിക്കുന്നുണ്ട്, നോൺ വെജിറ്റേറിയൻ ഫുഡും കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നോൺ വെജിറ്റേറിയൻ ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്കും അവർ വേട്ടയാടി കിട്ടുന്ന ആനിമൽസിന്റെ മാംസങ്ങൾ ഉപയോഗിക്കുക. വെജിറ്റേറിയൻ എന്ന് പറയുമ്പോൾ കൃഷി ചെയ്ത് ഉപയോഗിക്കുക. അപ്പൊ അങ്ങനെ എല്ലാവിധമായിട്ടുള്ള ഒരു സെറ്റിൽഡ് ലൈഫ്, കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥിരമായ ഒരു ജീവിതം നടത്തിയത് കൊണ്ടാണ് അവർക്ക് ബാക്കിയുള്ള പിന്നെ അവരുടെ പ്രോഗ്രസ് വരുന്നത്. ഇനി ഇവര് ആദ്യകാലങ്ങളിൽ ഏതൊക്കെ ഭാഷകൾ ഉപയോഗിച്ചിരുന്നു? ഈ ഭാഷ എന്ന് പറയുമ്പോഴത്തേക്കും പതുക്കെ പിക്ടോറിക്കൽ സ്ക്രിപ്റ്റിൽ നിന്ന് സ്ക്രിപ്റ്റുകൾ ഉണ്ടാക്കി. സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, ലിപികൾ ഉണ്ടാക്കുക. ആ ലിപികളിൽ വരുന്നത് ദ്രവീഡിയൻ ലാംഗ്വേജിൽ ഉണ്ടാവുന്നത് തമിഴാണ്, ആര്യൻ ലാംഗ്വേജിൽ ഉണ്ടാവുന്നത് സാൻസ്ക്രിറ്റ് ആണ്. ലിപി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആ ലിപിയിൽ കൂടെ അവർക്ക് പറയാനുള്ളത് അവരെ എഴുതാൻ തുടങ്ങി. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ പിക്ടോറിക്കൽ സ്ക്രിപ്റ്റില് ഒരാളെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു തലയും ഒരു കാല്, ഒരു ശരീരം, ഒരു സ്കെലറ്റൻ. സ്ത്രീകളെ ആവുമ്പോഴത്തേക്ക് മുടി കാണിക്കും. അപ്പോൾ ഇങ്ങനെ ചിത്രം മുഖാന്തരം നമ്മൾ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി, പിക്ടോറിക്കൽ സ്ക്രിപ്റ്റ്. ലേറ്റർ ഓൺ അതിനെ നമ്മൾ ഇതാക്കി ലിപികളാക്കി കൊണ്ടുവന്നു. പിന്നെ അവരുടെ ക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി പോട്ടറി, ഫാമേഴ്സ്, അഗ്രികൾച്ചറൽ, ബ്രിക്ക്, സീല്, കോപ്പർ കൊണ്ടുള്ള സാധനങ്ങൾ, ഇതെല്ലാം കൊണ്ട് ഉണ്ടാക്കിയ ജ്വല്ലറി. ഈ ജ്വല്ലറിയാണ് പരസ്പരം ട്രേഡിങ്ങിനും അവർ ഉപയോഗിച്ചിരുന്നതും. ആ ട്രേഡിങ് നടന്നത് കൊണ്ട് അവർക്ക് പല വിധത്തിലുള്ള ബിസിനസ് നടന്നു. ഇനി ഈ ഹരപ്പയിൽ ഏത് വിധത്തിലുള്ള ഗവൺമെന്റ് ആണ് നമ്മൾ നടത്തിയിരുന്നത്? ഗവൺമെന്റും അവരുടെ വിശ്വാസം, മതപരമായ വിശ്വാസം. ഏറ്റവും കൂടുതൽ ഒരു കാറ്റഗറി എന്ന് പറയുമ്പോഴത്തേക്കും ടോപ്പിൽ വരുന്നത് പ്രീസ്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് അവരുടെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെങ്കിൽ ട്രേഡേഴ്സ്, ബിസിനസ്സുകാർ. ഇത് 3 ഗ്രൂപ്പാണ് അവരെ ഗവൺമെന്റിൽ വന്നിട്ടുള്ളത്. സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എല്ലാവിധവും പെട്ടെന്ന് ഒരു സ്റ്റേറ്റ് എടുക്കുമ്പോൾ അവിടെ നമ്മൾ സ്റ്റേറ്റ് എന്നുള്ള ഒരു വരുന്നു. പിന്നെ റിലീജിയനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പശുപതി എന്ന് പറയുന്നത് ശിവൻ നേച്ചർ വർഷിപ്പാണ്. കൂടുതലായിട്ട് അവർ നേച്ചറാണ് വർഷിപ്പ് ചെയ്യുന്നത്. ഭൂമിനെ മദർ ഗോഡസ് എന്നും, ഒരു പശുപതി എന്ന് പറയുന്ന ഒരു മെയിൽ ശിവ എന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ, ഒരു ശിവ ചുറ്റിനും പല വിധത്തിലുള്ള മൃഗങ്ങൾ ഇരിക്കുന്നതോ അല്ലെങ്കിൽ കിടക്കുന്നതോ ഉള്ള പിക്ചർ കണ്ടതുകൊണ്ടാണ് നമ്മൾ ആ ശിവ എന്നുള്ള ദൈവത്തിനെ അല്ലെങ്കിൽ മനുഷ്യനെ പശുപതി, പശു മീൻസ് ആനിമൽസ്, പതി മീൻസ് കെയർ ടേക്കർ, അങ്ങനെയാണ് അതിന് പശുപതി അല്ലെങ്കിൽ നമ്മൾ ശിവ എന്ന് പറയും. അപ്പൊ ഇത് കൂടാണ്ട് ഫയർ,
തീയില് ഒരു റിച്വൽസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു യാഗം നടത്തുക, അതും വളരെ കോമൺ ആയിരുന്നു അവരുടെ വിശ്വാസത്തിൽ. പിന്നെ മരിച്ചുപോയി കഴിഞ്ഞാൽ ഒരാളുടെ മരണത്തിനെ നമ്മൾ എങ്ങനെയാണോ അവർ അതിനെ പ്രാക്ടീസ് ചെയ്യുന്നത് വരുമ്പോൾ അത് അവര് മണ്ണിൽ ബെറി ചെയ്തിരുന്നു. ആ മറി ചെയ്യുന്നത് മാത്രമല്ല, അടുത്ത ജന്മം ഉണ്ട് എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിലും ഈജിപ്ഷ്യൻ, ഇവിടെയാണ് വ്യത്യാസം വരുന്നത്. ഈജിപ്ഷ്യൻ സിവിലൈസേഷനിൽ അവര് എല്ലാ സാധനങ്ങളും, ഒരു മനുഷ്യന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കൂടെ മരിക്കുന്ന ആളുടെ കൂടെ വെച്ചിരുന്നുവെങ്കിൽ ഇവിടെ അതില്ല. അങ്ങനെ നമ്മൾ വരുന്നതാണ്. ഇതിന്റെ ഏറ്റവും വലിയ സിദ്ധാന്തമായിട്ടുള്ളത് നമ്മുടെ ഹാരപ്പൻ ടൗൺ പ്ലാനിങ് ആണ്. അവരുടെ ഡ്രെയിനേജ് സിസ്റ്റം, വീടിന്റെ ഡ്രെയിനേജ് സിസ്റ്റം, അവരുടെ ടൗണിന്റെ പൊസിഷൻ ഞാൻ നേരത്തെ പറഞ്ഞു എൽ ഷേപ്പിലാണ്. അപ്പൊ അതൊക്കെ വളരെ കളറായിട്ടുള്ള സിറ്റി, ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള, ആവശ്യങ്ങൾ ബേസ്ഡ് ആയിട്ടുള്ള. അതേമാതിരി അവരുടെ ഗ്രേറ്റ് ബാത്ത് വളരെ എക്സാമ്പിൾ ആണ് ഹാരപ്പൻ മോഹൻജാദാരോയിൽ കാണുന്ന ഗ്രേറ്റ് ബാത്ത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങളുടെ പുസ്തകങ്ങളിൽ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഹാരപ്പൻ സിവിലൈസേഷൻ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമുക്ക് ഇതോടുകൂടി ഈ ഭാഗം 6th ചാപ്റ്ററും തീരുന്നു. വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. സിറ്റി സെന്റേർഡ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ലിവിങ് ആയിരുന്നു. നന്ദി, നമസ്കാരം.